ഹലോ സ്റ്റുഡൻസ്, നമ്മളിന്ന് കവർ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് മൈക്രോ കൺട്രോളർ ഓപ്പറേറ്റിംഗ് സിസ്റ്റം 2 എന്നുള്ള ടോപ്പിക്കാണ്. ഈ ടോപ്പിക്ക് വരുന്നത് മൊഡ്യൂൾ 6-ലെ സെക്കൻഡ് ചാപ്റ്ററിലാണ് ഈ ടോപ്പിക്ക് വരുന്നത്. അപ്പോൾ നമുക്ക് നോക്കാം എന്താണെന്ന്. അപ്പോൾ നിങ്ങൾ കഴിഞ്ഞ കുറച്ച് വീഡിയോസായിട്ട് നമ്മൾ കവർ ചെയ്തത് ഈ ഫസ്റ്റ് ചാപ്റ്ററാണ്, റിയൽ ടൈം ഓപ്പറേറ്റിംഗ് സിസ്റ്റം. അതിൻ്റെ കംപ്ലീറ്റ് പ്രിൻസിപ്പൾ നമ്മൾ പറഞ്ഞു. നമ്മളിന്ന് കവർ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് സെക്കൻഡ് ചാപ്റ്ററാണ്. നിങ്ങൾ നോക്ക്, മൈക്രോ കൺട്രോളർ ബേസ്ഡ് റിയൽ ടൈം ഓപ്പറേറ്റിംഗ് സിസ്റ്റം വേർഷൻ 2 സ്പെസിഫിക് ആയിട്ട് സിലബസിൽ പറയുന്നുണ്ട്. അപ്പോൾ ഇത് ഞാൻ ചെയ്യുന്നത് ഒരു സിംഗിൾ വീഡിയോ ആയിട്ട് അപ്ലോഡ് ചെയ്യും. ഞാൻ ഇന്ന് ജസ്റ്റ് അതിൻ്റെ ഇൻട്രൊഡക്ഷൻ മാത്രമേ പറയുന്നുള്ളൂ. ഞാൻ അടുത്തത് അപ്ലോഡ് ചെയ്യുന്നത് എല്ലാം കൂടി കമ്പൈൻ ആയിട്ടുള്ള ഒരു സിംഗിൾ വീഡിയോ ആയിരിക്കും. ഓൾമോസ്റ്റ് ഒരു 50% കവർ ചെയ്യുന്ന രീതിയിലുള്ള ഒരു സിംഗിൾ വീഡിയോ നമുക്ക് അപ്ലോഡ് ചെയ്യാം ഇതിന് ശേഷം. അപ്പോൾ നിങ്ങൾ നോക്ക്, എന്താണ് മൈക്രോ കൺട്രോളർ ബേസ്ഡ് ഓപ്പറേറ്റിംഗ് സിസ്റ്റം. സോ മൈക്രോ കൺട്രോളർ ബേസ്ഡ് ഓപ്പറേറ്റിംഗ് സിസ്റ്റം വേർഷൻ 2 ആണ് നമുക്ക് പഠിക്കാനുള്ളത് അല്ലേ. സോ മൈക്രോ കൺട്രോളർ ഓപ്പറേറ്റിംഗ് സിസ്റ്റം ബേസ് വേർഷൻ 2 എന്തിനാണ് നമ്മൾ എംബഡ് സിസ്റ്റത്തിൽ യൂസ് ചെയ്യുന്നതെന്നാണ് നമുക്കിവിടെ പഠിക്കാനുള്ളത്. അല്ലെങ്കിൽ എന്താണ് മൈക്രോ കൺട്രോളർ ബേസ്ഡ് ഓപ്പറേറ്റിംഗ് സിസ്റ്റത്തിന് എംബഡ് സിസ്റ്റത്തിൽ ചെയ്യാൻ പറ്റുക, ഒരു OS ആയിട്ട് എങ്ങനെയാണ് ഇത് ആക്ട് ചെയ്യുന്നത്, ഇതാണ് നമുക്കിവിടെ കവർ ചെയ്യാനുള്ളത്. അപ്പോൾ ഇതിൽ സ്പെസിഫിക് ആയിട്ട് പറയുന്നുണ്ട് മൈക്രോ കൺട്രോളർ ബേസ്ഡ് ഓപ്പറേറ്റിംഗ് സിസ്റ്റം റിയൽ ടൈം ഓപ്പറേറ്റിംഗ് സിസ്റ്റം വേർഷൻ 2 ഇതാണ് നമുക്ക് പഠിക്കാനുള്ളത്. സോ എ മൈക്രോ കൺട്രോളർ ഓപ്പറേറ്റിംഗ് സിസ്റ്റം ഈസ് എ റിയൽ ടൈം ഓപ്പറേറ്റിംഗ് സിസ്റ്റം ഡിസൈൻഡ് ബൈ ജീൻ ജെ ലബ്രോസ് in 1991. Okay, MUCOS-R-TOS 2 is the full form of Microcontroller Operating System version 2. Microcontroller Operating System version 2ൻ്റെ ഷോർട്ട് ഫോമാണ് MUCOS-R-TOS 2 നമ്മൾ വായിക്കാം. ഇത് നമുക്ക് എങ്ങനെ വായിക്കാം? മ്യൂസി ബാർ OS2, മൈക്രോ കൺട്രോളർ ബാർ OS2 ആണ് മ്യൂസി, ഓർ UC ബാർ OS2. ഈ രണ്ട് രീതിയിൽ നമുക്ക് റീഡ് ചെയ്യാം. ഞാൻ പറയുന്ന ടേം ഇതാണ്, MUCOS-R-TOS 2. മ്യൂക്കോസ് എന്ന് പറഞ്ഞാൽ മൈക്രോ കൺട്രോളർ OS വേർഷൻ 2. ഓക്കെ, അപ്പോൾ നിങ്ങൾ ഓർത്ത് വയ്ക്കുക, വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ടോപ്പിക്കാണ് MUCOS-R-TOS 2. സോ ഇറ്റ് ഈസ് എ പ്രയോറിറ്റി ബേസ്ഡ് റിയൽ ടൈം മൾട്ടി ടാസ്കിങ് ഓപ്പറേറ്റിംഗ് സിസ്റ്റം, കേർണൽ ഫോർ മൈക്രോ പ്രോസസ്സർ, റിട്ടൺ മെയിൻലി ഇൻ C ലാംഗ്വേജ്. സോ C ലാംഗ്വേജിൽ ആണ് നമ്മൾ MUCOS-R-TOS 2 എഴുതുന്നത്. It is a priority based real time multitasking operating system. So priority based real time multitasking operating system എങ്ങനെയാണ് പറയുന്നത് അല്ലേ. സോ വാട്ട് ഈസ് പ്രയോറിറ്റി ബേസ്ഡ്? നമ്മൾ കുറേ പ്രയോറിറ്റി കൊടുക്കും. നമുക്കൊരു 10 ടാസ്ക് ഉണ്ടെങ്കിൽ അതിന് നമ്മൾ ലോവർ പ്രയോറിറ്റി ഹയർ പ്രയോറിറ്റി കൊടുക്കും. പ്രയോറിറ്റി ബേസ്ഡിലാണ് വർക്ക് ചെയ്യുന്നത്. ഇറ്റ് ഈസ് റിയൽ ടൈം. റിയൽ ടൈം എന്താണ്? ടൈം കൺസ്ട്രെയിൻസിൻ്റെ ബേസിലാണ് വർക്ക് ചെയ്യുന്നത്. മൾട്ടി ടാസ്കിങ്. സോ വാട്ട് ഈസ് മൾട്ടി ടാസ്കിങ്? ഒന്നിൽ കൂടുതൽ ടാസ്കുകൾ അറ്റ് എ ടൈം വർക്ക് ചെയ്യും അല്ലേ, ഇതാണ് മൾട്ടി ടാസ്കിങ്. നമ്മളിത് എഴുതിയിരിക്കുന്നത് C പ്രോഗ്രാമിംഗ് ലാംഗ്വേജിലാണ്. ഇറ്റ് ഈസ് ഇൻറ്റൻഡഡ് ഫോർ ദി യൂസ് ഇൻ എംബഡഡ് സിസ്റ്റം. സോ ഇതാണ് അതിൻ്റെ ബേസിക്സ് പറഞ്ഞത്. അതിൻ്റെ ബേസിക് ഫീച്ചേഴ്സ് നോക്കാം. ഇറ്റ് ഈസ് എ വെരി സ്മോൾ റിയൽ ടൈം കേർണൽ. ഇതിൻ്റെ കേർണൽ എന്ന് പറയുന്നത് വളരെ ചെറിയ കേർണലാണ് യൂസ് ചെയ്യുന്നത്. കേർണൽ നമ്മൾ ഓൾറെഡി പറഞ്ഞിരുന്നു R-TOS പഠിച്ചപ്പോൾ. ദ മെമ്മറി ഫുട് പ്രിൻറ്റ് ഈസ് അബൌട്ട് 20 KB ഫോർ ഫുള്ളി ഫങ്ഷണൽ കേർണൽ. ഒരു ഫുള്ളി ഫങ്ഷണൽ കേർണലിന് വേണ്ട മെമ്മറി എന്ന് പറയുന്നത് 20 KB ആണ്. സോഴ്സ് കോഡ് ഈസ് റിട്ടൺ ഇൻ ANSI C, അതായത് സിയിലാണ് സോഴ്സ് കോഡ് എഴുതിയിരിക്കുന്നത്. ഹൈലി പോർട്ടബിൾ, റോമബിൾ, സ്കെയിലബിൾ, പ്രീഎംപ്റ്റീവ്, റിയൽ ടൈം, ഡിറ്റർമിനിസ്റ്റിക്, മൾട്ടി ടാസ്കിങ് കേർണൽ. സോ വാട്ട് ഈസ് മീൻ ബൈ പോർട്ടബിൾ? പോർട്ടബിൾ എന്ന് പറഞ്ഞാൽ ഈ ഓപ്പറേറ്റിംഗ് സിസ്റ്റം വേറെ പ്ലാറ്റ്ഫോമിലും നമുക്ക് എന്ത് ചെയ്യാം, യൂസ് ചെയ്യാം. റോമബിൾ, സ്കെയിലബിൾ ആണ്, അതുപോലെ പ്രീഎംപ്റ്റീവ് ആണ്. സോ വാട്ട് ഈസ് മീൻ ബൈ പ്രീഎംപ്റ്റീവ്? പ്രീഎംപ്റ്റീവ് എന്ന് പറഞ്ഞാൽ ബേസിക്കലി നമ്മൾ പ്രീഎംപ്റ്റീവും നോൺ പ്രീഎംപ്റ്റീവും പറഞ്ഞിരുന്നു അല്ലേ. പ്രീഎംഷൻ എന്ന് പറഞ്ഞാൽ എന്താണ്? ഇപ്പോൾ നമുക്ക് കുറേ ടാസ്കുകളുണ്ട്, നമ്മളതിന് പ്രയോറിറ്റി കൊടുത്തിട്ടുണ്ട്. അപ്പോൾ മേ ബി ഒരു ഹൈ പ്രയോറിറ്റി ടാസ്ക് വരികയാണെങ്കിൽ ഒരു ലോ പ്രയോറിറ്റി ടാസ്ക് സ്റ്റോപ്പായിട്ട് ഒരു ഹൈ പ്രയോറിറ്റി ടാസ്ക് എക്സിക്യൂട്ട് ചെയ്യുന്നതിനാണ് നമ്മൾ പ്രീഎംഷൻ എന്ന് പറയുന്നത്. സോ പ്രീഎംഷൻ ചെയ്യാൻ പറ്റും. റിയൽ ടൈം ആണ്, ടൈം കൺസ്ട്രെയിൻ ആണ് റിയൽ ടൈം എന്ന് പറഞ്ഞാൽ. ഡിറ്റർമിനിസ്റ്റിക് ആണ്. സോ വാട്ട് ഈസ് മീൻ ബൈ ഡിറ്റർമിനിസ്റ്റിക്? ഡിറ്റർമിനിസ്റ്റിക് എന്ന് പറഞ്ഞാൽ എല്ലാ സമയവും ഇത് എഫിഷ്യൻ്റ് ആയിരിക്കും, അല്ലെങ്കിൽ നമ്മൾ എപ്പോൾ ഇൻപുട്ട് കൊടുത്താലും ഔട്ട്പുട്ട് എന്ന് പറയുന്നത് പ്രോപ്പറായിരിക്കും. ഇതിനാണ് നമ്മൾ ഡിറ്റർമിനിസ്റ്റിക് എന്ന് പറയുന്നത്.
മൾട്ടി ടാസ്കിങ് ആണ്. നമ്മൾ പറഞ്ഞല്ലോ മൾട്ടി ടാസ്കിങ് പറഞ്ഞാൽ ഒന്നിൽ കൂടുതൽ ഫംഗ്ഷൻസ് അറ്റ് എ ടൈം നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും. അതിന് എക്സാമ്പിൾ ഇവിടെ പറയുന്നുണ്ട്, ഇറ്റ് ക്യാൻ മാനേജ് അപ് ടു 64 ടാസ്ക്. ഒരേ സമയം 64 ടാസ്കിനെ മാനേജ് ചെയ്യാൻ ആർക്ക് പറ്റും? മ്യൂക്കോസാർട്ടോസിന് പറ്റും. സോ നിങ്ങൾ നോക്ക്, ഇറ്റ് ഹാസ് എ കണക്ടിവിറ്റി വിത്ത് Musibar GUI and Musibar FS. So it has a connectivity with graphics unit interface. അതാണ് GUI എന്ന് പറയുന്നത്. FS എന്ന് പറയുന്നത് ഫയൽ സിസ്റ്റം മാനേജ്മെൻറ്റ്. സോ ഇതിൻ്റെ കൂടെ നമുക്ക് അഡീഷണലി എന്ത് ചെയ്യാം, അതിൻ്റെ ഗ്രാഫിക്സ് യൂണിറ്റും ഫയൽ സിസ്റ്റം ഒക്കെ ഇതിൻ്റെ കൂടെ അഡീഷണലി കണക്ട് ചെയ്യാമെന്നാണ് പറയുന്നത്. ഇറ്റ് ഈസ് പോർട്ടഡ് ടു മോർ ദാൻ 100 മൈക്രോ പ്രോസസ്സർ ആൻഡ് മൈക്രോ കൺട്രോളേഴ്സ്. 100 വെറൈറ്റീസ് ഓഫ് മൈക്രോ പ്രോസസ്സേഴ്സിൽ നമുക്കിത് ഇതിനെ പോർട്ട് ചെയ്യാൻ പറ്റും മ്യൂക്കോസാർട്ടോസ്2ന്. ഇറ്റ് ഈസ് സിമ്പിൾ ടു യൂസ് ആൻഡ് സിമ്പിൾ ടു ഇംപ്രൂവ്മെൻറ്റ് ബട്ട് വെരി എഫക്റ്റീവ് കമ്പയർ ടു ദി പ്രൈസ് ഓർ പെർഫോമൻസ് റേഷ്യോ. ഇതാണ് ഇതിൻ്റെ മെയിൻ അഡ്വാൻറ്റേജ്. പ്രൈസ് വൈസ് ലെസ്സറാണ്. ഇറ്റ് സപ്പോർട്ട് ഓൾ ദി ടൈപ്പ് ഓഫ് പ്രോസസ്സേഴ്സ് ഫ്രം 8-bit to 64-bit. 8-bit മുതൽ 64-bit എല്ലാ പ്രോസസ്സുകളെയും മ്യൂക്കോസാർട്ടോസ് സപ്പോർട്ട് ചെയ്യും. ആപ്ലിക്കേഷൻസ് നോക്കാം. മ്യൂക്കോസ് ഇസ് മെയിൻലി യൂസ്ഡ് ഇൻ ഏവിയോണിക്സ്, മെഡിക്കൽ എക്യുപ്മെൻറ്റ്സ്, ഡാറ്റ കമ്മ്യൂണിക്കേഷൻ എക്യുപ്മെൻറ്റ്സ്, മൊബൈൽ ഫോൺ, പേഴ്സണൽ ഡിജിറ്റൽ അസിസ്റ്റൻസ്, ഇൻഡസ്ട്രിയൽ കൺട്രോൾസ്, കൺസ്യൂമർ ഇലക്ട്രോണിക്സ് ആൻഡ് ഓട്ടോമോട്ടീവ്. ഈ ഫീൽഡിലൊക്കെ നമുക്ക് മ്യൂക്കോസാർട്ടോസ് എന്നുള്ള OS യൂസ് ചെയ്യാമെന്നാണ് പറഞ്ഞത്. ഓക്കെ, നമുക്കിനി പറയാനുള്ളത് ലാസ്റ്റ് സ്റ്റേറ്റ്സ് ഓഫ് മ്യൂക്കോസാർട്ടോസ്2. സോ ടിപ്പിക്കലി ദർ ആർ 5 സ്റ്റേജസ്. നിങ്ങൾക്ക് ഫിഗറിൽ 3 സ്റ്റേജസേ കാണാൻ പറ്റുള്ളൂ, പക്ഷേ 5 സ്റ്റേജസ് ഉണ്ട് ജനറലി. ഇറ്റ് ഈസ് എ ഡോർമൻ സ്റ്റേജ്, റെഡി സ്റ്റേജ്, റണ്ണിങ് സ്റ്റേജ്, വെയിറ്റിംഗ് സ്റ്റേജ് ആൻഡ് ISR ഫോർ ഇൻറപ്റ്റ് സർവീസ് റൂട്ടീൻ. നമുക്ക് ഓരോ സ്റ്റേജസ് പറയാം. അപ്പോൾ ഈ ഫിഗർ വെച്ചിട്ട് ഞാൻ ആദ്യം എക്സ്പ്ലെയിൻ ചെയ്യാം. സോ ദ ഇനീഷ്യൽ സ്റ്റേജ് ഈസ് റെഡി സ്റ്റേജ്. സോ ഒരു ടാസ്ക് ക്രിയേറ്റ് ചെയ്തിട്ട് ആദ്യം റെഡി സ്റ്റേറ്റിലുണ്ടാവുക. ഇഫ് ദ റെഡി സ്റ്റേറ്റ് ഈസ് ടാസ്ക് സ്വിച്ച്ഡ്, റെഡി സ്റ്റേജ് ഓക്കെ ആണെങ്കിൽ, അല്ലെങ്കിൽ നമ്മുടെ കറണ്ട് ആർട്ടോസ് വർക്ക് ചെയ്യുന്നില്ലെങ്കിൽ ഇങ്ങനൊരു സിഗ്നൽ, റെഡിയിൽ നിന്ന് റണ്ണിങ്ങിലേക്കൊരു സിഗ്നൽ വരും, റണ്ണിങ് സ്റ്റേറ്റ് ആവും. അപ്പോൾ ഒന്നുമില്ല, റെഡി സ്റ്റേറ്റ് ആണ്, കറൻ്റ്ലി ക്യൂവിലാണ്, ടാസ്കുകളൊന്നും റൺ ചെയ്യുന്നില്ലെങ്കിൽ റെഡി സ്റ്റേറ്റ് ഓട്ടോമാറ്റിക്കലി എന്ത് സ്റ്റേറ്റ് ആയിട്ട് മാറും? റണ്ണിങ് സ്റ്റേറ്റ് ആയിട്ട് മാറും. സോ റണ്ണിങ് സ്റ്റേറ്റിൽ നമ്മൾ ഓൾറെഡി പറഞ്ഞിരുന്നു മ്യൂക്കോസാർട്ടോസ് പ്രിയംപ്റ്റഡ് ആണ്. എന്തെങ്കിലും ഒരു പ്രിയംഷൻ നടക്കുകയാണെങ്കിൽ, സോ വാട്ട് ഈസ് മീൻ ബൈ പ്രിയംഷൻ എന്ന് പറഞ്ഞാൽ ഒരു ഹൈ പ്രയോറിറ്റി ടാസ്ക് വരികയാണെങ്കിൽ ടെമ്പററിലി ഈ കറണ്ട് റണ്ണിങ് ടാസ്ക് റെഡി സ്റ്റേറ്റിലേക്ക് തിരിച്ചു പോകും. ഇതിനാണ് നമ്മൾ പ്രിയംഷൻ എന്ന് പറയുന്നത്. സോ നിങ്ങൾ നോക്ക്, അപ്പോൾ റണ്ണിങ് സ്റ്റേറ്റിൽ നിന്ന് 2 സ്റ്റേറ്റ് വരാം. ഒന്നെങ്കിൽ ഇത് റെഡി സ്റ്റേറ്റിലേക്ക് തിരിച്ചു പോകും, അല്ലെങ്കിൽ ഇത് വെയിറ്റിംഗ് സ്റ്റേറ്റിലേക്ക് തിരിച്ചു പോകും. സോ ഇത് വെയിറ്റിംഗ് സ്റ്റേറ്റിലേക്ക് തിരിച്ചു പോകാനുള്ള കണ്ടീഷൻ ബ്ലോക്കിംഗ് ദി ഫങ്ഷണൽ കോഡ്സ്. ഫങ്ഷൻ കോഡ്സിന് ബ്ലോക്ക് ചെയ്യുകയാണെങ്കിൽ റണ്ണിങ് സ്റ്റേറ്റ് വെയിറ്റിംഗ് സ്റ്റേറ്റ് ആവും. അതിനെ അൺബ്ലോക്ക് ചെയ്യുകയാണെങ്കിൽ വെയിറ്റിംഗ് സ്റ്റേറ്റ് തിരിച്ച് എന്തിലേക്ക് തന്നെ പോകും? റെഡി. അപ്പോൾ വളരെ ക്ലിയർ ആണ്. ടാസ്ക് റെഡി ചെയ്തു, ടാസ്ക് എക്സിക്യൂട്ട് ചെയ്ത റണ്ണിങ് ആയി, റണ്ണിങ്ങിനെ പ്രിയംപ്റ്റ് ചെയ്തത് റെഡിയിലേക്ക് ഡയറക്റ്റ്ലി തിരിച്ചുപോയി, ടാസ്കിന് ബ്ലോക്ക് ചെയ്താൽ അത് വെയിറ്റിംഗ് സ്റ്റേറ്റിലേക്ക് പോയി, അൺബ്ലോക്ക് ചെയ്തത് തിരിച്ചു എന്തിലേക്ക് പോയി? റെഡി സ്റ്റേറ്റിലേക്ക് പോയി. അപ്പോൾ ഈ 3 സ്റ്റേറ്റ് നമ്മൾ എക്സ്പ്ലെയിൻ ചെയ്തു. വാട്ട് ഈസ് എ റെഡി സ്റ്റേറ്റ്, വാട്ട് ഈസ് എ റണ്ണിങ് സ്റ്റേറ്റ്, വാട്ട് ഈസ് എ വെയിറ്റിംഗ് സ്റ്റേറ്റ്. ഇനിയാണ് ഡോർമൻ സ്റ്റേറ്റ്. ഡോർമൻ സ്റ്റേറ്റ് ടിപ്പിക്കലി മീൻസ് ഇറ്റ് ഈസ് എൻ ഇനാക്റ്റീവ് സ്റ്റേജ്. അപ്പോൾ റിയൽ ടൈം ഓപ്പറേറ്റിംഗ് സിസ്റ്റത്തിലൊരു ഇനാക്റ്റീവ് സ്റ്റേജിനെയാണ് നമ്മൾ ഡോർമൻ സ്റ്റേജ് എന്ന് പറയാം. സ്ലീപ്പിംഗ് സ്റ്റേജാണ് ഡോർമൻ. നമ്മളിതിൽ കാണിക്കേണ്ട ആവശ്യമില്ല. അല്ലെങ്കിൽ നമ്മൾ ഈ ഒരു സ്റ്റേറ്റ് യൂസ് ചെയ്യുന്നില്ലെങ്കിൽ അതിന് ഡോർമൻ സ്റ്റേജ് എന്ന് പറയാം. ഇനിയാണ് ISR എന്താണ്? ഇൻറപ്റ്റ് സർവീസ് റൂട്ടീൻ. ഇങ്ങനൊരു സ്റ്റേജും കൂടെ ഉണ്ട്. എന്താണ് ഇൻറപ്റ്റ് സർവീസ് റൂട്ടീൻ? അപ്പോൾ ഈ പ്രിയംഷനൊക്കെ നടക്കുന്നതിൻ്റെ, അപ്പോൾ നമ്മളൊരു സ്പെസിഫിക് പ്രോട്ടോക്കോൾ യൂസ് ചെയ്യും. ഇൻറപ്റ്റുകൾ വന്നു കഴിഞ്ഞാൽ എങ്ങനെയാണ് പ്രിയംഷൻ നടക്കേണ്ടത്. അപ്പോൾ ഇതും ഫിഗറിൽ കാണിച്ചിട്ടില്ല, പക്ഷെ നമ്മൾ ഈ പ്രിയംഷൻ എന്നുള്ള കോൺസെപ്റ്റ് പറഞ്ഞു. ISR എന്നുള്ളതൊരു അഡീഷണൽ സ്റ്റേജാണ്. സോ ഡോർമെൻറ്റും ISR നമ്മൾ പറഞ്ഞു, റെഡി, റണ്ണിങ്, വെയിറ്റിംഗ് നമ്മൾ ഈ ഫിഗർ വെച്ചിട്ട് പറഞ്ഞു. അപ്പോൾ ഇത്രയും സ്റ്റേറ്റ്സ് ആണ് നമുക്ക് പഠിക്കാനുള്ളത് മ്യൂക്കോസാർട്ടോസ്2ൽ. ഇനി നമുക്ക് ഫങ്ഷൻസ് പഠിക്കാനുണ്ട്. ഈ ഫങ്ഷൻസ് ആണ് നിങ്ങളുടെ സിലബസിൽ പറയുന്നത്. നിങ്ങൾക്ക് നോക്കിയാൽ മനസ്സിലാവും. നിങ്ങൾ സിലബസ് നോക്കിക്കഴിഞ്ഞാൽ ഇതിൽ സ്പെസിഫൈ ചെയ്തിരിക്കുന്ന ഫംഗ്ഷൻ ഏതൊക്കെയാണ്? ഒന്ന് സിസ്റ്റം ലെവൽ ഫംഗ്ഷൻ, ടാസ്ക് സർവീസ് ഫംഗ്ഷൻ, മെമ്മറി അലൊക്കേഷൻ ഫംഗ്ഷൻ, സെമാഫോർ റിലേറ്റഡ് ഫംഗ്ഷൻ. ഇതിൽ നമുക്ക് ഓരോ ക്ലാസ്സുകളിലായിട്ട് പഠിക്കാം എന്തൊക്കെയാണ് ഫങ്ഷൻസ് എന്ന്. അപ്പോൾ നമുക്ക് ഇന്നത്തെ ക്ലാസ് വൈൻഡപ്പ് ചെയ്യാം. നിങ്ങൾക്ക് മനസ്സിലായെന്ന് വിചാരിക്കുന്നു. അപ്പോൾ മ്യൂക്കോസാർട്ടോസിൻ്റെ ബേസിക് ഫണ്ടമെൻറ്റൽസ് മാത്രമേ പറഞ്ഞിട്ടുള്ളൂ. അപ്പോൾ ഞാൻ ഫസ്റ്റ് വീഡിയോയിൽ ചെയ്ത കാര്യം
നമ്മൾ ലാസ്റ്റത്തെ ഒരു 4-5 വീഡിയോ ലെക്ചറിൻ്റെ ഒരു സിംഗിൾ വീഡിയോ ഞാൻ യൂട്യൂബിൽ അപ്ലോഡ് ചെയ്തിരുന്നു. ഒരു ഓൾമോസ്റ്റ് ഒരു 1 അവറിനേക്കാളും മേലെയുള്ള ഒരു വീഡിയോ ഞാൻ അപ്ലോഡ് ചെയ്തിരുന്നു. അതിൽ കംപ്ലീറ്റ്ലി നമ്മൾ ഈ ഫസ്റ്റ് പാർട്ട് ഫുൾ കവറാവുന്ന രീതിയിലുള്ള ഒരു വീഡിയോ ആണ് ഞാൻ യൂട്യൂബിൽ അപ്ലോഡ് ചെയ്തത്. അപ്പോൾ നിങ്ങൾക്ക് എക്സാമിൻ്റെ സമയത്തൊക്കെ നിങ്ങൾക്ക് ആ വീഡിയോ റെഫറൻസ് ആയിട്ട് എടുക്കാം, അത് വെച്ചിട്ട് പഠിക്കാം. ഞാൻ ഇതേപോലെ ഈ മ്യൂക്കോസാർക്കോസ്റ്റൂൻ്റെ ഒരു സിംഗിൾ വീഡിയോ ഞാൻ അപ്ലോഡ് ചെയ്യും ഒരു 3-4 ക്ലാസ്സുകൾ കഴിഞ്ഞിട്ട്. അപ്പോൾ നിങ്ങൾക്ക് ആ 2 വീഡിയോസ് കണ്ടാൽ തന്നെ നിങ്ങൾക്ക് ഈ 6ാമത്തെ മൊഡ്യൂൾ ഫുൾ പഠിക്കാം. അപ്പോൾ ഈ രീതിയിലാണ് നമ്മൾ ക്ലാസ്സസ് മുന്നോട്ട് പോവുക. ഓക്കെ. ടാസ്ക് സർവീസ് ആൻഡ് ടൈം ഫങ്ഷൻസ്. അപ്പോൾ നമുക്ക് നോക്കാം എന്താണ് ടാസ്ക് സർവീസ് ആൻഡ് ടൈം ഫങ്ഷൻ. അപ്പോൾ നിങ്ങൾ നോക്ക്, ടാസ്ക് സർവീസ് ഫങ്ഷൻസ് എന്ന് പറയുമ്പോൾ ഞാനിവിടെ 5 ടാസ്കുകൾ ഇട്ടിട്ടുണ്ട്, 5 കമാൻഡ്സ് ഇട്ടിട്ടുണ്ട്. ടൈം ഫങ്ഷൻസ് റിലേറ്റ് ചെയ്തിരിക്കുന്നത് 3 ഫങ്ഷൻസ് ഇട്ടിട്ടുണ്ട്. നമുക്ക് ഓരോന്നും എന്താണെന്ന് നോക്കാം. ഓക്കെ. അപ്പോൾ നമുക്ക് ഫസ്റ്റ് ഡിസ്കസ് ചെയ്യാനുള്ളത് സർവീസ് ഫങ്ഷൻസ് മീൻ ദ ഫങ്ഷൻസ് ടു ക്രിയേറ്റ്, സസ്പെൻഡ്, റെസ്യൂം ആൻഡ് ടൈം സെറ്റിംഗ് ആൻഡ് ടൈം റിട്രീവിങ് ഫങ്ഷൻസ്. അപ്പോൾ നമുക്ക് ഓരോന്നായിട്ട് നോക്കാം. ടാസ്ക് സർവീസ് ഫങ്ഷനിൽ ടാസ്ക്കായിട്ട് റിലേറ്റ് ചെയ്തതാണ് അല്ലേ, പ്രോസസ്സ് അല്ലെങ്കിൽ ടാസ്ക്കായിട്ട് റിലേറ്റ് ചെയ്ത ഫങ്ഷൻസ് ആയിരിക്കും ടാസ്ക് സർവീസ് ഫങ്ഷൻ. സോ ഫസ്റ്റ് ഫങ്ഷൻ വിൽ ബി ഫോർ ക്രിയേറ്റിംഗ് എ ടാസ്ക്. ഒരു ടാസ്ക് ക്രിയേറ്റ് ചെയ്യാൻ നമ്മൾ യൂസ് ചെയ്യുന്ന കീവേഡ് നിങ്ങൾ നോക്കുക, OS ടാസ്ക് ക്രിയേറ്റ്. സോ വാട്ട് ഈസ് മീൻ ബൈ OS ടാസ്ക് ക്രിയേറ്റ്? ഇതിൻ്റെ സ്പെഷ്യാലിറ്റി നിങ്ങൾ നോക്കുക, Oയും Sഉം ക്യാപിറ്റലാണ്, T ക്യാപിറ്റലാണ്, ഈ Cയും ക്യാപിറ്റലാണ്, ബാക്കിയെല്ലാം സ്മോൾ ലെറ്റേഴ്സാണ്. സോ ഒരു പുതിയ ടാസ്ക് ക്രിയേറ്റ് ചെയ്യാനാണ് OS ടാസ്ക് ക്രിയേറ്റ് നമ്മൾ യൂസ് ചെയ്യുന്നത്. അപ്പോൾ അതിൽ കുറേ പാരാമീറ്റേഴ്സ് നമ്മൾ ഈ ബ്രാക്കറ്റ്സിൽ ഇൻക്ലൂഡഡ് ആയിരിക്കും. അതിലൊന്നാണ് ടാസ്ക് പോയിൻ്റർ, ടാസ്ക് സ്റ്റാക്ക് പോയിൻ്റർ, ടാസ്ക് പ്രയോറിറ്റി. അപ്പോൾ നമ്മൾ ക്രിയേറ്റ് ചെയ്തിരിക്കുന്ന ടാസ്കിൻ്റെ പോയിൻ്റർ എങ്ങോട്ടാണ്, അതിൻ്റെ സ്റ്റാക്ക് എവിടെയാണ്, അതിൻ്റെ പ്രയോറിറ്റി എത്രയാണ് എന്നുള്ള കാര്യങ്ങളായിരിക്കും നമ്മൾ ജനറലി ഈ ക്രിയേറ്റിംഗ് എ ടാസ്കിൻ്റെ കൂടെ ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ടാവുക. സോ ടാസ്ക് പ്രയോറിറ്റി മസ്റ്റ് ബി 8 to 15. 8 മുതൽ 15 വരെയാണ് നമുക്ക് പ്രയോറിറ്റീസ് കൊടുക്കാൻ പറ്റുള്ളൂ. കാരണം ഓൾറെഡി 0 മുതൽ 7 വരെയുള്ള ഫങ്ഷൻസ് റിസർവ്ഡ് ആണ് സിസ്റ്റം ഫങ്ഷൻസിന് വേണ്ടിയിട്ട്. അതുപോലെ 8 to 15 എന്നുള്ളൊരു കീവേഡാണ് യൂസേഴ്സിന് യൂസ് ചെയ്യാൻ പറ്റുള്ളൂ. ബാക്കി 0 to 7ഉം അതുപോലെ 15 to 23ഉം റിസർവ്ഡ് ആയിരിക്കും. അപ്പോൾ ജനറലി നമ്മൾ പറയുകയാണെങ്കിൽ 0 തൊട്ട് 23 വരെയുള്ള പ്രയോറിറ്റീസ് ഉണ്ടാവും, പക്ഷേ നമുക്ക് റിസർവ് ആയിരിക്കുന്നത് എത്ര മാത്രമാണ്, 8 തൊട്ട് 15 വരെ. സോ ഇതിൽ ഏറ്റവും ലോവസ്റ്റ് ആയിട്ടുള്ള പ്രയോറിറ്റി വരുന്നത് OS_ലോവസ്റ്റ് പ്രയോറിറ്റി സെറ്റ് ദി ലോവസ്റ്റ് പ്രയോറിറ്റി ഈക്വൽ ടു 23 എന്നുള്ള പ്രയോറിറ്റിയാണ് ശരിക്കും ഏറ്റവും ലോവസ്റ്റ് വരുന്നത്. പക്ഷെ 23 എന്നുള്ള പ്രയോറിറ്റി 15 to 23 എന്നുള്ള പ്രയോറിറ്റി നമുക്ക് സെറ്റ് ചെയ്യാൻ പറ്റില്ല, അത് ഓൾറെഡി OS സെറ്റ് ചെയ്യുന്ന പ്രയോറിറ്റിയാണ്. സോ നിങ്ങൾ ഓർത്ത് വയ്ക്കുക, നമ്മളൊരു ടാസ്ക് ക്രിയേറ്റ് ചെയ്യുമ്പോൾ 8 തൊട്ട് 15 വരെയുള്ള ഫങ്ഷൻസ് അല്ലെങ്കിൽ പ്രയോറിറ്റി മാത്രമേ നമുക്ക് ഇൻക്ലൂഡ് ചെയ്യാൻ പറ്റുള്ളൂ. അപ്പോൾ ഇതിനെയാണ് ജനറലി നമ്മൾ OS ടാസ്ക് ക്രിയേറ്റ് എന്നുള്ള ഒരു കീവേഡ് കൊണ്ട് മെയിൻ ചെയ്യുന്നത്. സോ ഇതിൽ മേ ബി ദ ഫങ്ഷൻസ് റിട്ടേൺ ദി ഫോളോയിങ് ഓർ ദ ഫോളോയിങ് എറർ പാരാമീറ്റേഴ്സ് ഓഫ് ദി ഫങ്ഷൻ. അപ്പോൾ നമ്മളിങ്ങനെ ഒരു ടാസ്ക് ക്രിയേറ്റ് ചെയ്യുമ്പോൾ എറർ പാരാമീറ്റേഴ്സ് ജനറേറ്റ് ചെയ്യാനുള്ള പോസിബിലിറ്റി ഉണ്ട്. എറർ പാരാമീറ്റേഴ്സ് എന്ന് പറഞ്ഞാൽ അതിൽ എറർ ഉണ്ടോ ഇല്ലേ, എന്താണ് നമ്മൾ ചെയ്തതിലെ എറർ. ഇപ്പോൾ മേ ബി നമുക്ക് ആ ക്രിയേറ്റിംഗ് ടാസ്കിൻ്റെ കൂടെ നമ്മൾ ഇൻക്ലൂഡ് ചെയ്തിരിക്കുന്ന 3 കാര്യങ്ങളില്ലേ, ടാസ്ക് പോയിൻ്ററും ടാസ്ക് സ്റ്റാക്ക് പോയിൻ്ററും ടാസ്ക് പ്രയോറിറ്റിയും. ഇതിലെന്തെങ്കിലും ഒരു വേരിയേഷൻസ് വരികയാണെങ്കിൽ മേ ബി എറേഴ്സ് ജനറേറ്റ് ചെയ്യും. ഇപ്പോൾ ഞാനിപ്പോൾ ഈ 8 to 15 എന്നല്ലാതെ പ്രയോറിറ്റി സെറ്റ് ചെയ്യുകയാണെങ്കിൽ തന്നെ ഇതൊരു എററായിട്ട് മാറും. അപ്പോൾ നിങ്ങൾ ഓർത്ത് വയ്ക്കുക, ഇതിൻ്റെ എറർ പാരാമീറ്റേഴ്സ് ഏതൊക്കെയാണെന്ന് ചോദിക്കാറുണ്ട് ഫോർ ക്രിയേറ്റിംഗ് എ ടാസ്ക്. ഫസ്റ്റാണ് OS_no_err. ഇതിൻ്റെ മീനിങ് വെൻ ദ ക്രിയേഷൻ സക്സീഡ്സ്. അപ്പോൾ നമ്മൾ ക്രിയേറ്റ് ചെയ്ത ടാസ്ക് സക്സസ്ഫുള്ളി നമ്മൾ ജനറേറ്റ് ചെയ്തെങ്കിൽ നമുക്ക് വരുന്ന കീവേഡ് എന്തായിരിക്കും, OS_no_err. എറേഴ്സ് ഒന്നും ഇല്ല എന്നാണ്. OS പ്രയോറിറ്റി എക്സിസ്റ്റ്, അതാണ് നെക്സ്റ്റ് എറർ ഫങ്ഷൻ. സോ ഈ എറർ ഫങ്ഷൻ്റെ പ്രത്യേകത, ഇഫ് ദ പ്രയോറിറ്റി വാല്യൂ ദാറ്റ് പാസസ് ഓൾറെഡി എക്സിസ്റ്റ്. സോ നമ്മളിവിടെ സെറ്റ് ചെയ്തിരിക്കുന്ന ഒരു ടാസ്ക് നമ്മൾ ക്രിയേറ്റ് ചെയ്തപ്പോൾ നമ്മൾ സെറ്റ് ചെയ്തിരിക്കുന്ന പ്രയോറിറ്റി 7 ആണെങ്കിൽ 7 എന്നുള്ള പ്രയോറിറ്റി നമ്മൾ ഓൾറെഡി സെറ്റ് ആണെങ്കിൽ ഓട്ടോമാറ്റിക്കലി എറർ വരും. അപ്പോൾ ഇതാണ് OS പ്രയോറിറ്റി എക്സിസ്റ്റ് എന്നുള്ളതുകൊണ്ട് മീൻ ചെയ്യുന്നത്. ഓൾറെഡി നമ്മൾ ക്രിയേറ്റ് ചെയ്ത ടാസ്കിൻ്റെ പ്രയോറിറ്റി നമ്മൾ ഓൾറെഡി യൂസ് ചെയ്തതാണെങ്കിൽ എക്സിസ്റ്റ് എന്നുള്ള കീവേഡ് വരും.
ഒ എസ് പ്രയോറിറ്റി ഇൻവാലിഡ്. എന്തായിരിക്കും ഒ എസ് പ്രയോറിറ്റി ഇൻവാലിഡ്? ഇഫ് ദ പ്രയോറിറ്റി വാല്യൂ ദാറ്റ് പാസസ് ഈസ് മോർ ദാൻ ഒ എസ് പ്രയോറിറ്റി ലോവസ്റ്റ്. അപ്പോൾ നമുക്ക് ഇട്ടിരിക്കുന്ന ഈ ലിമിറ്റേഷൻസിൽ കൂടുതലാണ് നമ്മൾ ഇട്ടിരിക്കുന്ന ഇപ്പോൾ 8-15 അല്ലാതെ നമ്മൾ 17 എന്നുള്ള ഒരു പ്രയോറിറ്റിയാണ് നമ്മളിവിടെ സെറ്റ് ചെയ്യാൻ ശ്രമിച്ചതെങ്കിൽ അത് ഇൻവാലിഡ് എന്ന് കാണിക്കും. അടുത്താണ് ഒ എസ് നോ മോർ TCB. വെൻ നോ മോർ മെമ്മറി ബ്ലോക്ക് ഫോർ ദി ടാസ്ക് കൺട്രോൾ ഈസ് അവൈലബിൾ. സോ നമുക്ക് മെമ്മറി ബ്ലോക്ക് അവൈലബിൾ ആണെങ്കിൽ മാത്രമേ ഒരു ടാസ്ക് ക്രിയേറ്റ് ചെയ്യാൻ പറ്റുള്ളൂ. അപ്പോൾ മെമ്മറി ബ്ലോക്ക് കറൻ്റ്ലി ഫുള്ളാണ്. അതുകൊണ്ട് തന്നെ നമുക്കൊരു പുതിയ ടാസ്ക് ക്രിയേറ്റ് ചെയ്യാൻ പറ്റുന്നില്ലെങ്കിൽ OS_no_more_TCB എന്നുള്ള ഒരു എറർ ജനറേറ്റ് ചെയ്യും. അപ്പോൾ നിങ്ങൾ ഓർത്ത് വയ്ക്കുക, ഈ ടാസ്ക് സർവീസ് ഫംഗ്ഷൻ എന്ന് പറയുന്നത് സിംഗിൾ 10 മാർക്ക് ക്വസ്റ്റിനായിട്ട് ചോദിക്കുന്നതാണ്. നമ്മൾ ഒരൊറ്റ ഫംഗ്ഷനേ പറഞ്ഞിട്ടുള്ളൂ, ക്രിയേറ്റിംഗ് എ ടാസ്ക്, ഹൗ ടു ക്രിയേറ്റ് എ ടാസ്ക്. സോ രണ്ടാമത്തെയാണ് സസ്പെൻഡിങ് എ ടാസ്ക്. എല്ലാവരും ശ്രദ്ധിക്കാം, നമ്മൾ ഇപ്പോൾ ക്രിയേറ്റ് ചെയ്ത ടാസ്കിനെ സസ്പെൻഡ് ചെയ്യാനാണ് ജനറലി സസ്പെൻഡിങ് എ ടാസ്ക് എന്നുള്ള കീവേഡ് യൂസ് ചെയ്യുന്നത്. സോ അതിന് നമ്മൾ യൂസ് ചെയ്യുന്ന കമാൻഡ് എന്ന് പറയുന്നത് OS ടാസ്ക് സസ്പെൻഡ്. സോ നിങ്ങൾ നോക്കുക, ബ്രാക്കറ്റ്സിനുള്ളിൽ ജനറലി ഇൻക്ലൂഡ് ചെയ്യുന്നത് അൺസൈൻ ബൈ ടാസ്ക് പ്രയോറിറ്റി. നമ്മൾ ടാസ്ക് പ്രയോറിറ്റി ആയിരിക്കും നമ്മൾ ആദ്യം ക്രിയേറ്റ് ചെയ്ത ഒരു ടാസ്കിൻ്റെ പ്രയോറിറ്റി 7 ആണെങ്കിൽ നമുക്ക് സസ്പെൻഡ് ചെയ്യേണ്ട ടാസ്കും 7th പ്രയോറിറ്റിയിലെ ടാസ്ക് ആണെങ്കിൽ നമുക്ക് ബ്രാക്കറ്റിൽ 7 ഇൻക്ലൂഡ് ചെയ്യാം. ഓക്കെ, 7 എന്നുള്ളത് പറ്റില്ല, 8 to 15 ആണ് അല്ലേ. അപ്പോൾ നമ്മൾ ഓൾറെഡി ക്രിയേറ്റ് ചെയ്ത ടാസ്കിൻ്റെ പ്രയോറിറ്റി 9 ആണ്. നമുക്ക് 9th പ്രയോറിറ്റി ടാസ്ക്കാണ് റെസ്യൂം ചെയ്യേണ്ടെങ്കിൽ അല്ലെങ്കിൽ സസ്പെൻഡ് ചെയ്യേണ്ടെങ്കിൽ നമുക്ക് ആ ബ്രാക്കറ്റിൽ എന്ത് ഇൻക്ലൂഡ് ചെയ്യാം? 9. 8 to 15 മാത്രമേ ഇൻക്ലൂഡ് ചെയ്യാൻ പറ്റുള്ളൂ, ശ്രദ്ധിക്കാം. സോ ദ ടാസ്ക് പ്രയോറിറ്റി ബിറ്റ്വീൻ 8 to 15 ദ ഫങ്ഷൻസ് ആർ റിട്ടേൺസ് ദി ഫോളോയിങ്. അപ്പോൾ ഇതിൽ ഒരു ടാസ്ക് നമ്മൾ സസ്പെൻഡ് ചെയ്യുമ്പോൾ ഉണ്ടാവാൻ ചാൻസ് ഉള്ള എറേഴ്സാണ് നമുക്ക് പറയാനുള്ളത്. OS_no_ERR. അപ്പോൾ കംപ്ലീറ്റ്ലി നമ്മുടെ സസ്പെൻഡിങ് അല്ലെങ്കിൽ ബ്ലോക്കിംഗ് സക്സസ്ഫുള്ളി കംപ്ലീറ്റ് ആവുകയാണെങ്കിൽ നോ എറർ എന്നുള്ള കീവേഡ് കാണിക്കും, അല്ലെങ്കിൽ അത് ആ ഒരു പാരാമീറ്റർ റിട്ടേൺ ആവും. OS_priority_invalid. നമ്മൾ കൊടുത്തിരിക്കുന്ന പ്രയോറിറ്റി 15 കൂടുതലാണെങ്കിൽ ആണ് ഇൻവാലിഡ് കാണിക്കുക, അല്ലെങ്കിൽ നമ്മൾ ആ 8 to 15 എന്നുള്ള ലിമിറ്റ് അല്ല കൊടുത്തതെങ്കിൽ ഇൻവാലിഡ് എന്നുള്ള കമാൻഡ് വരും. OS_task_suspend_priority. The priority value that passed already does not exist. അപ്പോൾ നമ്മളിപ്പോൾ 7 എന്നുള്ള ഒരു അല്ലെങ്കിൽ 9 എന്നുള്ള ഒരു പ്രയോറിറ്റിയാണ് നമ്മളിവിടെ സസ്പെൻഡ് ചെയ്യാൻ റിക്വസ്റ്റ് ചെയ്തതെങ്കിൽ 9 എന്നുള്ള പ്രയോറിറ്റി ഓൾറെഡി ക്രിയേറ്റ് ആയിട്ടില്ലെങ്കിൽ ഈ എറർ വരും. നമ്മൾ ക്രിയേറ്റ് ചെയ്യാത്തൊരു ടാസ്കിനെ സസ്പെൻഡ് ചെയ്യാൻ ശ്രമിക്കുകയാണെങ്കിൽ നമ്മൾ പറഞ്ഞ ഈ മൂന്നാമത്തെ എറർ ജനറേറ്റ് ആവും. അടുത്താണ് OS_task_suspend_idle. ഇഫ് അറ്റംപ്റ്റിംഗ് ടു സസ്പെൻഡ് ആൻ ഐഡിൽ ടാസ്ക്. നമ്മൾ ഇല്ലീഗലായിട്ടുള്ള യൂസ് ചെയ്യാത്തൊരു ടാസ്ക്കാണ് നമ്മൾ സസ്പെൻഡ് ചെയ്യാൻ ശ്രമിക്കുന്നതെങ്കിൽ, അല്ലെങ്കിൽ നമ്മളിപ്പോൾ ക്രിയേറ്റ് ചെയ്ത ടാസ്കിനെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല, ഒരു പ്രീഎംപ്റ്റീവ് ആണെങ്കിൽ, നമുക്ക് പ്രയോറിറ്റി ഒന്നും സെറ്റ് ചെയ്യാൻ പറ്റാത്ത ഒരു ടാസ്ക് ആണെങ്കിൽ, അല്ലെങ്കിൽ നമുക്ക് പോസ് ചെയ്യാൻ പറ്റാത്ത ഒരു ടാസ്കിനെയാണ് നമ്മൾ സസ്പെൻഡ് ചെയ്യാൻ ശ്രമിക്കുന്നതെങ്കിൽ ഐഡിൽ എന്നുള്ളൊരു എറർ ജനറേറ്റ് ആവും. അപ്പോൾ നിങ്ങൾ ഓർത്ത് വയ്ക്കുക, ഇതാണ് സസ്പെൻഡിങ് എ ടാസ്ക്. മൂന്നാമത്തെയാണ് റെസ്യൂമിങ് എ സസ്പെൻഡ് ടാസ്ക്. നമ്മൾ ഓൾറെഡി പോസ് ചെയ്യുന്നതിനായിരുന്നു സസ്പെൻഡഡ് എന്ന് പറയുന്നത്. ആ പോസ് ചെയ്ത ടാസ്കിനെ റെസ്യൂം ചെയ്യാൻ, അല്ലെങ്കിൽ എനേബിളിങ് അൺബ്ലോക്കിംഗ് എ ടാസ്ക്, അത് നമ്മൾ യൂസ് ചെയ്യുന്ന കീവേഡ് OS_task_resume എന്നുള്ള കീവേഡാണ്. നേരത്തെ എന്തായിരുന്നു? OS task suspend. ഇവിടെ OS task resume അല്ലേ, ബ്രാക്കറ്റ്സും ഉണ്ട്. സോ അൺസൈൻഡ് ബൈ ടാസ്ക് പ്രയോറിറ്റീസ് ഇൻക്ലൂഡഡ്. അപ്പോൾ നമുക്ക് എന്ത് ചെയ്തു, നമ്മൾ ഒരു ടാസ്ക് ക്രിയേറ്റ് ചെയ്തു, ഒരു ടാസ്കിനെ സസ്പെൻഡ് ചെയ്ത ടാസ്കിനെ നമുക്ക് റെസ്യൂം ചെയ്യണമെങ്കിൽ OS task resume എന്നുള്ള കീവേഡ് യൂസ് ചെയ്യാം. സോ നമ്മൾ ബ്രാക്കറ്റ്സിൽ ഇൻക്ലൂഡ് ചെയ്യുന്നത് ടാസ്ക് പ്രയോറിറ്റി ആയിരിക്കും, ടാസ്ക് പ്രയോറിറ്റി. ആൻഡ് ദ ടാസ്ക് പ്രയോറിറ്റി മസ്റ്റ് ബി വിത്തിൻ 8 to 15. നമ്മൾ ഓൾറെഡി പറഞ്ഞു 8ൻ്റെയും 15ൻ്റെയും ഇൻബിറ്റ്വീനായിരിക്കും എന്ത് വരിക, നമ്മുടെ ടാസ്ക് പ്രയോറിറ്റി വരിക. സോ ഈ OS task resume എന്നുള്ള ഫംഗ്ഷനിൽ എറേഴ്സ് ജനറേറ്റ് ചെയ്യാം. കംപ്ലീറ്റ്ലി എറർ ഫ്രീ ആണെങ്കിൽ OS_no_ERR എന്നുള്ള കീവേഡാണ്, അല്ലെങ്കിൽ ഈ ഒരു പാരാമീറ്ററാണ് റിട്ടേൺ ആവുക. OS_priority_invalid എന്നുള്ള ആണ് റിട്ടേൺ ആവുന്നതെങ്കിൽ 15 കൂടുതലുള്ളൊരു പ്രയോറിറ്റിയാണ് നമ്മൾ കൊടുത്തത്, അല്ലെങ്കിൽ 8 to 15 എന്നുള്ള ലിമിറ്റിന് പുറമേ ഉള്ള
ഒരു പ്രയോറിറ്റിയാണ് സെറ്റ് ചെയ്തെങ്കിലാണ് രണ്ടാമത്തെ എറർ വരിക. OS_task_resume_prior പ്രയോറിറ്റി വാല്യൂ ദറ്റ് പാസസ് ഓൾറെഡി ഡസ് നോട്ട് എക്സിസ്റ്റ്. നമ്മൾ റെസ്യൂം കൊടുത്തിരിക്കുന്ന പ്രയോറിറ്റി നമ്മൾ സസ്പെൻഡ് ചെയ്യാത്തൊരു പ്രയോറിറ്റി ആണെങ്കിൽ ഓൾറെഡി ഈ എറർ വരും. OS_task_not suspended ഇഫ് അറ്റംപ്റ്റിംഗ് ടു റെസ്യൂം സസ്പെൻഡ് ചെയ്യാത്തൊരു ടാസ്ക്കാണ് നമ്മൾ റെസ്യൂം ചെയ്യുന്നെങ്കിൽ നോട്ട് സസ്പെൻഡഡ് എന്നുള്ള കീവേഡ് വരും. ജനറേറ്റ് ചെയ്യാത്ത ഒരു ടാസ്ക്കാണ് നമ്മൾ റെസ്യൂം ചെയ്യുന്നതെങ്കിൽ OS_task_resume_priority ഈ കീവേഡ് ആവും റിട്ടേൺ ആവും. അപ്പോൾ നിങ്ങൾ ഓർത്ത് വയ്ക്കുക, ഇതാണ് OS ടാസ്ക് റെസ്യൂം. നാലാമത്തെയാണ് OS ടൈം സെറ്റ്. OS ടൈം സെറ്റ് എന്ന് പറയുന്നത് വളരെ ക്ലിയർ ആണ്. സെറ്റിംഗ് ടൈം ഇൻ സിസ്റ്റം ക്ലോക്ക്. സിസ്റ്റം ക്ലോക്കിൽ ടൈം സെറ്റ് ചെയ്യാനാണ് OS ടൈം സെറ്റ് എന്നുള്ള കീവേഡ് യൂസ് ചെയ്യുന്നത്. സോ unsigned integer count is included. It passes a 32-bit integer count for the count. അപ്പോൾ നമ്മൾ ടൈം സെറ്റ് ചെയ്യാൻ ഒരു 32 ബിറ്റുള്ള ഒരു ഇൻറ്റിജർ കൗണ്ടാണ് നമ്മൾ പാരാമീറ്റേഴ്സായിട്ട് യൂസ് ചെയ്യുന്നത്. അടുത്താണ് OS ടൈം ഗെറ്റിംഗ് ദ ടൈം ഓഫ് സിസ്റ്റം ക്ലോക്ക്. സെറ്റിംഗ് ദ ടൈം എന്ന് പറഞ്ഞാൽ നമ്മളൊരു ടൈം സെറ്റ് ചെയ്യുക. ഗെറ്റിംഗ് ദ ടൈം എന്ന് പറഞ്ഞാൽ നമ്മൾ ഓൾറെഡി സെറ്റ് ചെയ്ത ടൈം കാണാം, അതാണ് ഗെറ്റിംഗ് എന്ന് പറയുന്നത്. അത് നമ്മൾ യൂസ് ചെയ്യുന്നത് OS ടൈം ഗെറ്റ് എന്നുള്ള കീവേഡാണ്. വോയിഡിന് എഴുതിയിട്ടുണ്ട്. ഇറ്റ് റിട്ടേൺസ് എ 32-bit ഇൻറ്റിജർ കറന്റ് നമ്പർ ഓഫ് ടിക്സ് ഓഫ് ദി സിസ്റ്റം ക്ലോക്ക്. അപ്പോൾ വളരെ ക്ലിയർ ആണ്, നമ്മൾ ടൈം ഇടുകയാണെങ്കിൽ ഗെറ്റ് എന്നുള്ള കീവേഡ് ഇടുകയാണെങ്കിൽ ജനറലി നമ്മൾ ഓൾറെഡി സെറ്റ് ചെയ്തിരിക്കുന്ന ടൈം നമുക്ക് ഡിസ്പ്ലേ ചെയ്ത് വരും. അപ്പോൾ ഓർത്ത് വയ്ക്കുക, ഇതൊക്കെ സിമ്പിൾ ടാസ്കുകളാണ്, സെറ്റും ഗെറ്റും. ഇനി നിങ്ങൾ ഓർത്ത് വയ്ക്കുക, നമ്മളിപ്പോൾ ഏതൊക്കെ ഫംഗ്ഷൻസാണ് പറഞ്ഞത്? ടാസ്ക് സർവീസ് ഫംഗ്ഷൻസ് പറഞ്ഞു അല്ലേ. ടാസ്ക് സർവീസും ടൈം ഫംഗ്ഷൻസും ഒരൊറ്റ ടോപ്പിക്കായിട്ടാണ് ചോദിക്കുക. ടാസ്ക് സർവീസിൽ നമ്മൾ പറഞ്ഞത് ഏതൊക്കെയായിരുന്നു? ക്രിയേറ്റിംഗ് എ ടാസ്ക്, സസ്പെൻഡിങ് എ ടാസ്ക്, റെസ്യൂമിങ് എ ടാസ്ക്, ആൻഡ് സെറ്റിംഗ് ടൈം ഇൻ സിസ്റ്റം ക്ലോക്ക് ആൻഡ് ഗെറ്റിംഗ് ടൈം ഓഫ് സിസ്റ്റം ക്ലോക്ക്. ഇനി ടൈം ഫംഗ്ഷൻസ് നിങ്ങൾക്ക് ഒന്നെങ്കിൽ ഇത് 6 എന്നിട്ട് എഴുതാം, അല്ലെങ്കിൽ നിങ്ങൾക്ക് ടൈം ഫംഗ്ഷൻസ് സെപ്പറേറ്റ് ആയിട്ട് എഴുതാം. അപ്പോൾ നിങ്ങൾ ഓർത്ത് വയ്ക്കുക, നമ്മളിപ്പോൾ ടാസ്കുകളെ കേസ് പറഞ്ഞു, അതിൽ ടൈം എന്നുള്ളൊരു പാരാമീറ്ററും കൂടി നമുക്ക് പറയാനുണ്ട്. സോ അതിൽ ഫസ്റ്റ് വൺ വരുന്നത് ഡിലേയിങ് ബൈ ഡിഫൈനിങ് ദ ടൈം ഡിലേ ബൈ നമ്പർ ഓഫ് ക്ലോക്ക് ടിക്സ്. അപ്പോൾ ഒരു ഡിലേ നമ്മൾ എങ്ങനെയാണ് ക്ലോക്ക് ടിക്സ് വെച്ചിട്ട്, അപ്പോൾ ക്ലോക്ക് ടിക്സ് എന്ന് പറഞ്ഞൊരു മെഷർമെൻ്റ് ആണ്. ആ മെഷർമെൻറ്റ് വെച്ച് നമുക്ക് മനസ്സിലാവണം എത്രത്തോളം ഡിലേ വരും. അപ്പോൾ ഞാനൊരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ, ഞാനിവിടെ 1024 എന്നുള്ളൊരു ടിക്കാണ് കൺസിഡർ ചെയ്യുന്നതെങ്കിൽ അതിനൊരു പാരാമീറ്റർ ഉണ്ടാവും. അത് മേ ബി ഇത്രയും സെക്കൻഡ്സ് ആയിരിക്കും, ഇത്രയും മിനിറ്റ്സ് ആയിരിക്കും, ഇത്രയും അവേഴ്സ് ആയിരിക്കും. അപ്പോൾ ആ ഒരു കൗണ്ട് നമുക്ക് അറിഞ്ഞാൽ മാത്രമേ OS ടൈം ഡിലേ എന്നുള്ള, അപ്പോൾ നമ്മളിതിൻ്റെ ബ്രാക്കറ്റിൽ മെൻഷൻ ചെയ്തിരിക്കുന്ന ഷോർട്ട് ഡിലേ കൗണ്ട് നമുക്ക് നമ്പർ ഓഫ് ടിക്സിനെ ഇൻഡിക്കേറ്റ് ചെയ്യുന്നു. നമ്പർ ഓഫ് ടിക്സ് നമുക്ക് ടെക്നിക്കലി അറിഞ്ഞാൽ മാത്രമേ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ, ഈ കീവേഡ് യൂസ് ചെയ്യാൻ പറ്റുള്ളൂ. യെസ്. അടുത്താണ് റെസ്യൂമിങ് എ ഡിലേഡ് ടാസ്ക്. എന്തായിരിക്കും റെസ്യൂമിങ് എ ഡിലേഡ് ടാസ്ക്? ഓൾറെഡി നമ്മൾ ഡിലേ എന്നുള്ള കീവേഡ് കൊടുത്തു അല്ലേ, നമ്പർ ഓഫ് ടിക്സ് വെച്ചിട്ട്. ആ ഡിലേ ചെയ്ത ടൈം ഫങ്ഷൻസിന് നമുക്ക് ആ ഡിലേ പീരിയഡ് കംപ്ലീറ്റ് ആവുന്നതിന് മുമ്പ് റെസ്യൂം ചെയ്യണമെങ്കിൽ നമുക്ക് ഈ കീവേഡ് യൂസ് ചെയ്യാം. OS ടൈം DLY റെസ്യൂം, ഡിലേ റെസ്യൂം എന്നാണ്. അപ്പോൾ നമ്മളിവിടെ മെൻഷൻ ചെയ്തിരിക്കുന്ന 2 പാരാമീറ്റേഴ്സാണ്. ഒന്ന് ടാസ്ക് പ്രയോറിറ്റിയും അതിൻ്റെ ബൈറ്റും. ഇറ്റ് റെസ്യൂംസ് ദി പ്രീവിയസ്ലി ഡിലേഡ് ടാസ്ക്. അപ്പോൾ ഈ ഒരു ടാസ്ക് നമ്മൾ റെസ്യൂം ചെയ്യുമ്പോൾ എറേഴ്സ് ജനറേറ്റ് ചെയ്യാനുള്ള പോസിബിലിറ്റി ഉണ്ട്. ഇപ്പോൾ OS_no_error എന്നുള്ള എററാണ് റിട്ടേൺ ആവുന്നതെങ്കിൽ നമ്മൾ ചെയ്തിരിക്കുന്ന ട്രൂ ആണ്. റെസംഷൻ ആഫ്റ്റർ ഡിലേ സക്സീഡ്സ്. നമ്മൾ കൊടുത്തിരിക്കുന്ന ഡിലേ റെസ്യൂം സക്സസ്ഫുള്ളി കംപ്ലീറ്റ് ആയി കഴിഞ്ഞാൽ നോ എറർ എന്ന് കാണിക്കും. OS_task_not exist. ട്രൂ ഇഫ് ദ ടാസ്ക് വാസ് നോട്ട് ക്രിയേറ്റഡ് ഏർലിയർ. നമ്മൾ ക്രിയേറ്റ് ചെയ്യാത്ത ഒരു ടാസ്ക്കാണ് നമ്മൾ എന്താണ് റെസ്യൂം ചെയ്യാൻ ശ്രമിക്കുന്നതെങ്കിൽ അത് ഈ ഒരു എറർ ഡിസ്പ്ലേ ചെയ്യും. OS_time_not_delay. ട്രൂ ഇഫ് ദ ടാസ്ക് വാസ് നോട്ട് ഡിലേഡ്. ടാസ്ക് ഡിലേഡ് അല്ലെങ്കിൽ ഈ ഒരു എറർ കമാൻഡ് കാണിക്കും. OS_priority_invalid. when the task priority parameter that passes more than the low, ഏറ്റവും ലോവസ്റ്റ് ആയിട്ട് നമുക്ക് സെറ്റ് ചെയ്യാൻ പറ്റുന്ന പ്രയോറിറ്റി ലെവലിനേക്കാളും താഴെയാണ് നമ്മൾ കൊടുത്തിരിക്കുന്ന റെസ്യൂം കണ്ടീഷൻ എങ്കിൽ അത് ഈ ഒരു ഇൻവാലിഡ് എന്നുള്ള ഒരു എറർ കാണിക്കും. ഓക്കെ. സോ ലാസ്റ്റ് വൺ നിങ്ങൾ നോക്കുക. ഡിലേയിങ് ബൈ ഡിഫൈനിങ് എ ടൈം ഡിലേ ഇൻ യൂണിറ്റ് ഓഫ് ഹവർ, മിനിറ്റ്, സെക്കൻഡ് ആൻഡ് മില്ലി സെക്കൻഡ്. അപ്പോൾ നമുക്ക് നേരത്തെ നമ്മൾ പറഞ്ഞെന്തായിരുന്നു, ഡിലേ ജനറേറ്റ് ചെയ്യാൻ നമുക്ക് ക്ലോക്ക് ടിക്കിൻ്റെ എണ്ണം അറിയണം. ആ ക്ലോക്ക് ടിക്കിൽ നിന്ന് നമ്മൾ മെഷർ ചെയ്തിട്ടാണ്
എത്ര മിനിറ്റ് ഉണ്ട് എത്ര അവർ ഉണ്ടെന്ന് കണ്ടുപിടിക്കുന്നത്. അപ്പോൾ നമുക്ക് ഡയറക്റ്റ് ഒരു കീവേഡ് ഉണ്ട് OS ടൈം DLYHMSM. H stand for hour, M stand for minutes, S stand for second and M stand for milliseconds. ഹവർ, മിനിറ്റ്, സെക്കൻഡ് ആൻഡ് മില്ലി സെക്കൻഡ് എന്നുള്ള ഫോർമാറ്റിലാണ് ഈ ടൈം ഫംഗ്ഷൻ ഇരിക്കുന്നത്. സോ ദിസ് ഇസ് വൺ ഓഫ് ദി അൺസൈൻഡ് ഷോർട്ട് അവർ, അൺസൈൻഡ് ഷോർട്ട് മിനിറ്റ്, ഷോർട്ട് സെക്കൻഡ്, ഷോർട്ട് മില്ലി സെക്കൻഡ്, ഇങ്ങനെയാണ് ഇതിനെ റെപ്രസെൻറ്റ് ചെയ്യുന്നത്. ഞാൻ HMSM എന്ന് പറയുന്നത്. അപ്പോൾ മേ ബി ഡിലേ ഈസ് ജനറേറ്റഡ് വെദർ ദ ഡിലേ പാരാമീറ്റേഴ്സ് വാസ് ഇൻ ദി ടേംസ് ഓഫ് ഡിലേ കൗണ്ടിക്സ് ഓഫ് അവേഴ്സ്. അപ്പോൾ നിങ്ങൾ നോക്കുക, അവേഴ്സിന് ഒരു ലിമിറ്റ് ഉണ്ട്. മിനിമം അവർ 0 മാക്സിമം അവർ 55 ആണ്. അപ്പോൾ 55 എക്സീഡ് ചെയ്ത് കഴിഞ്ഞാൽ അത് എറർ കാണിക്കും. മിനിറ്റ്സ് ഷുഡ് ബി ബിറ്റ്വീൻ 0 to 59, സെക്കൻഡ് ഷുഡ് ബി ബിറ്റ്വീൻ 0 to 59 ആൻഡ് മില്ലി സെക്കൻഡ് ബിറ്റ്വീൻ 0 to 999. അങ്ങനെ ആയിരിക്കുമല്ലോ. സെക്കൻഡ് മിനിറ്റ് ഒക്കെ അറിയാം. മില്ലി സെക്കൻഡ് 999 വരെ ആയിരിക്കും മാക്സിമം മില്ലി സെക്കൻഡ്സ് വരിക. പിന്നെ 1000 എത്തിക്കഴിഞ്ഞാൽ അത് അടുത്ത സെക്കൻഡായിട്ട് മാറും. അപ്പോൾ ഇതിലും എറേഴ്സ് വരാം. OS_no എറർ എന്ന് പറഞ്ഞാൽ നമ്മൾ ചെയ്തിരിക്കുന്നത് കറക്റ്റാണ്, നമ്മൾ കൊടുത്തിരിക്കുന്ന ഫോർമാറ്റ് കറക്റ്റാണ്. OS_time_invalid_hours, invalid_minutes, invalid_seconds ആൻഡ് invalid_milli എന്നുള്ള കീവേഡ് മീൻ ചെയ്യുന്നത്, നമ്മളിപ്പോൾ ഓൾറെഡി നമുക്കറിയാം അവേഴ്സ് ഷുഡ് ബി 55, 0 to 55, minute should be 0 to 59, second should be 0 to 59 and millisecond should be 0 to 999. ഈ ഒരു വാല്യൂ അല്ലാതെ നമ്മൾ വേറെ എന്തെങ്കിലും ഒരു വാല്യൂ ആണ് ഇവിടെ മെൻഷൻ ചെയ്തിരിക്കുന്നതെങ്കിൽ ഓട്ടോമാറ്റിക്കലി ഇവിടെ എന്ത് വരും? എറർ വരും. സോ ഇതാണ് മീൻ ചെയ്യുന്നത്. 55, 59, 59, 999 അവർ, മിനിറ്റ്, സെക്കൻഡ്, മില്ലി സെക്കൻഡ് ആണ്. ഇതിൽ കൂടുതൽ ഉള്ള വാല്യൂ ആണ് നമ്മൾ ഇവിടെ കൊടുത്തിരിക്കുന്നതെങ്കിൽ ഓട്ടോമാറ്റിക്കലി ഈ എറർ ജനറേറ്റ് ചെയ്യും. OS_time_0 ഡിലേ, നമ്മൾ കൊടുത്തിരിക്കുന്ന ഡിലേ 0 ആണെങ്കിൽ, അല്ലെങ്കിൽ നമ്മൾ കൊടുത്തിരിക്കുന്ന എല്ലാ ആർഗ്യുമെൻസും 0 ആണെങ്കിൽ മേ ബി ഈ ഒരു എറർ ജനറേറ്റ് ചെയ്യാം. അപ്പോൾ നിങ്ങൾ ഓർത്ത് വയ്ക്കുക, ഇത്രയും കാര്യങ്ങളാണ് നമുക്ക് എന്തിൽ പഠിക്കാനുള്ളത്? ടാസ്ക്, സർവീസ് ആൻഡ് ടൈം ഫങ്ഷൻസ്. ഇത് KTU ഇമ്പോർട്ടൻ്റ് ആയിട്ട് ചോദിക്കുന്ന ഒരു 10 മാർക്കിൻ്റെ ക്വസ്റ്റ്യൻ ആണ്. നിങ്ങൾ കറക്റ്റായിട്ട് എഴുതി പഠിക്കുക. ഓക്കെ, നമുക്ക് പഠിക്കാനുള്ളത് മ്യൂക്കോസ് ആർക്ടോസ് 2 എന്നുള്ള റിയൽ ടൈം ഓപ്പറേറ്റിംഗ് സിസ്റ്റത്തിൻ്റെ മെമ്മറി അലോക്കേഷൻ റിലേറ്റഡ് ഫംഗ്ഷനാണ്. സോ നമുക്ക് നോക്കാം എന്തൊക്കെയാണ് മെമ്മറി അലോക്കേഷൻ റിലേറ്റഡ് ഫംഗ്ഷൻ. സോ the memory allocation are required to allocate fixed size memory blocks from a memory partition having integer number of blocks. The allocation and deallocation takes place in fixed and deterministic time. സോ നമ്മൾ തൊട്ട് മുന്നേ പഠിച്ചത് എന്തായിരുന്നു? നമ്മൾ തൊട്ട് മുന്നേ പഠിച്ചത് ടാസ്ക്, സർവീസ് ഫങ്ഷൻസ് ആയിരുന്നു. കുറേ ഫങ്ഷൻസ് നമ്മൾ പറഞ്ഞു, ടൈം വെച്ചിട്ടുള്ള ടാസ്കിൻ്റെയൊക്കെ കുറേ ഫങ്ഷൻസ് പറഞ്ഞു. മെമ്മറി അലോക്കേഷനിൽ നമുക്ക് പറയാനുള്ളത് എങ്ങനെയാണ് മെമ്മറി അലോക്കേറ്റ് ചെയ്യുന്നത്, എങ്ങനെയാണ് പാർട്ടീഷൻ ചെയ്യുന്നത്, എന്തൊക്കെ കീവേഡ്സാണ് യൂസ് ചെയ്യുന്നതെന്നാണ് നമുക്ക് മെമ്മറി അലോക്കേഷൻ ഫങ്ഷനിൽ പഠിക്കാനുള്ളത്. സോ നിങ്ങൾ നോക്കുക, അതിൽ ഫസ്റ്റ് കമൻ്റാണ് OS memory create. So this is used for creating a memory block at memory address. സോ അതിൽ സ്പെസിഫൈ ചെയ്തിരിക്കുന്ന കാര്യങ്ങൾ നോക്കാം. മെമ്മറി അഡ്രസ് സ്പെസിഫൈ ചെയ്തിട്ടുണ്ടാവും. മെമ്മറി ടൈപ്പിൽ നമ്പർ ഓഫ് ബ്ലോക്സും അതുപോലെ ബ്ലോക്ക് സൈസും മെൻഷൻ ചെയ്യേണ്ടി വരും ഒരു മെമ്മറി നമ്മൾ ക്രിയേറ്റ് ചെയ്യുമ്പോൾ. അപ്പോൾ അതിൻ്റെ അഡ്രസ്സ് എത്രയാണ്, എത്ര ബ്ലോക്സ് ഉണ്ട്, ബ്ലോക്കിൻ്റെ ഓരോ ബ്ലോക്കിൻ്റെയും സൈസും നമുക്ക് എന്ത് ചെയ്യേണ്ടി വരും? മെൻഷൻ ചെയ്യണം. അപ്പോൾ വളരെ ക്ലിയർ ആണ്. ഇപ്പോൾ നമുക്ക് മൊത്തം നമ്മുടെ കപ്പാസിറ്റി 1 TB ആണെങ്കിൽ ഓരോ മെമ്മറി ബ്ലോക്കും നമ്മൾ എത്ര ബ്ലോക്കായിട്ട് സ്പ്ലിറ്റ് ചെയ്തിരിക്കുന്നു എന്നാണ് നമ്പർ ഓഫ് ബ്ലോക്സ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഓരോ ബ്ലോക്കിൻ്റെയും സൈസ് എത്രയെന്നാണ് നമ്മൾ ബ്ലോക്ക് സൈസ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഓക്കെ, സോ ഇറ്റ് ഈസ് ദി OS ഫംഗ്ഷൻ വിച്ച് പാർട്ടീഷൻസ് ദ മെമ്മറി ഫ്രം ആൻ അഡ്രസ് വിത്ത് പാർട്ടീഷൻസ് ഇൻ ദി ബ്ലോക്ക്. ദ ക്രിയേഷൻ ആൻഡ് ഇനിഷ്യലൈസേഷൻ ഓഫ് മെമ്മറി പാർട്ടീഷൻ ഇൻ ടു ദി ബ്ലോക്സ് ഹെൽപ്പ് ദി OS റിസോഴ്സ് അലോക്കേഷൻ. സോ ഫസ്റ്റ് ഫംഗ്ഷൻ തന്നെ മെമ്മറിയെ ക്രിയേറ്റ് ചെയ്യാണ്, പാർട്ടീഷൻ ചെയ്യാണ്. നമ്മൾ എന്താണെന്ന് പറഞ്ഞു. സോ സെക്കൻഡാണ് മെമ്മറി അലോക്കേഷൻ റിലേറ്റഡ് ഫംഗ്ഷനിൽ ഗെറ്റിംഗ് എ മെമ്മറി ബ്ലോക്ക് അറ്റ് മെമ്മറി അഡ്രസ്. സോ നമ്മൾ ഓൾറെഡി ക്രിയേറ്റ് ചെയ്തൊരു മെമ്മറി, അതിൻ്റെ OS മെമ്മറി ഗെറ്റ് എന്നുള്ള കീവേഡ് വെച്ചിട്ട് നമ്മളതിനെ എങ്ങനെയാണ് ടേക്ക് ചെയ്യുന്നത്, അതാണ് ഗെറ്റിംഗ് എ മെമ്മറി ബ്ലോക്ക് അറ്റ് എ മെമ്മറി അഡ്രസ്. അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് രണ്ട് കാര്യങ്ങളാണ് ഇതിൽ മെൻഷൻ ചെയ്യുന്നത്.
ഒന്ന് എങ്ങോട്ടേക്കാണ് പോയിൻ്റ് ചെയ്തിരിക്കുന്നത്, അതുപോലെ എറേഴ്സ്, ഏതൊക്കെ രീതിയിൽ എറേഴ്സ് വരാം. ഈ രണ്ട് കാര്യങ്ങളാണ് നമ്മൾ മെമ്മറി ഗെറ്റ് എന്നുള്ള കീവേഡിൽ ഇൻക്ലൂഡ് ചെയ്തിരിക്കുന്നത്. സോ ഇറ്റ് ഈസ് യൂസ്ഡ് ടു റിട്രീവ് എ മെമ്മറി ബ്ലോക്ക് ഫ്രം പാർട്ടീഷൻ ക്രിയേറ്റഡ് ഏർലിയർ. സോ നമ്മൾ ഓൾറെഡി ക്രിയേറ്റ് ചെയ്ത ഒരു പാർട്ടീഷനെ നമുക്ക് ആക്സസ് ചെയ്യാനാണ് OS മെമ്മറി ഗെറ്റ് എന്നുള്ള കീവേഡ് യൂസ് ചെയ്യുന്നത്. സോ നമ്മൾ തൊട്ട് മുന്നത്തെ കമൻറ്റ് പഠിച്ചിരുന്നു എങ്ങനെയാണ് മെമ്മറി ക്രിയേറ്റ് ചെയ്യുക, പാർട്ടീഷൻ ചെയ്യുക. ഈ പാർട്ടീഷൻ ചെയ്ത മെമ്മറിയെ ആക്സസ് ചെയ്യാനാണ് ഗെറ്റ് എന്നുള്ള കീവേഡ് യൂസ് ചെയ്യുന്നത്. സോ ഇവിടെ രണ്ട് രീതിയിലുള്ള എറേഴ്സ് പോസിബിളാണ്. അല്ലെങ്കിൽ അതിൽ ഫസ്റ്റാണ് OS_no error when the memory blocks return to the memory partition. എററൊന്നുമില്ലാതെ കറക്റ്റ് പാത്തിലൂടെ റിട്ടേൺ ആവുകയാണെങ്കിൽ OS_no error എന്നുള്ള കമാൻഡ് റിട്ടേൺ ആവും. സോ നെക്സ്റ്റ് ആണ് OS memory full when memory block cannot put into the memory partition as it full. സോ നമ്മൾ മെമ്മറി പാർട്ടീഷൻ ഗെറ്റ് എന്നുള്ള കമൻറ്റ് കൊടുത്തു, പക്ഷേ ഓൾറെഡി നമ്മുടെ മെമ്മറി പാർട്ടീഷൻസ് ഫുള്ളാണെങ്കിൽ മേ ബി ഇത് എറർ കാണിക്കും. ഈ എററാണ് നമ്മളിവിടെ രണ്ടാമത്തെ എറർ. ഓക്കെ, സോ മൂന്നാമത്തെ മെമ്മറി അലൊക്കേഷൻ റിലേറ്റഡ് ഫങ്ഷൻസ് എന്ന് പറയുന്നത് ഏതാണ്? നിങ്ങൾ നോക്ക്, OS മെമ്മറി ക്വറിങ് എ മെമ്മറി ബ്ലോക്ക് അറ്റ് എ മെമ്മറി അഡ്രസ്. സോ നമ്മൾ മെമ്മറി ബ്ലോക്കിൻ്റെ കറണ്ട് സ്റ്റാറ്റസ് എന്താണെന്ന് ഐഡൻറ്റിഫൈ ചെയ്യാനാണ് ക്വറി എന്നുള്ള കീവേഡ് യൂസ് ചെയ്യുന്നത്. സോ രണ്ട് കാര്യങ്ങളാണ് അവിടെ മെൻഷൻ ചെയ്തിരിക്കുന്നത്, ഒന്ന് മെമ്മറി പോയിൻ്ററും ഒന്ന് മെമ്മറി എററും. നമ്മൾ ഓൾറെഡി പറഞ്ഞു, ഇറ്റ് ഈസ് ദ ക്വറി ആൻഡ് റിട്ടേൺസ് ദി എറർ കോഡ് ആൻഡ് പോയിന്റ് ഫോർ മെമ്മറി പാർട്ടീഷൻ. നമ്മൾ കറൻ്റ്ലി മെമ്മറി പാർട്ടീഷൻ ചെയ്തിട്ടുണ്ട്, മെമ്മറി ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. ഈ ക്രിയേറ്റ് ചെയ്ത മെമ്മറീൻ്റെ കറണ്ട് സ്റ്റാറ്റസ് അറിയാനാണ് നമ്മൾ ക്വറി എന്നുള്ള കീവേഡ് യൂസ് ചെയ്യുന്നത്. സോ രണ്ട് രീതിയിലുള്ള പോസിബിൾ സ്റ്റേറ്റ്മെൻറ്റ്സ് വരാം. OS_no error, എററൊന്നുമില്ലെങ്കിൽ ആസ് 1 when the memory address exists. എററൊന്നുമില്ലെങ്കിൽ 1 എന്നുള്ള കീവേഡാണ് പ്രിൻറ്റ് ചെയ്യുക. 1 എന്നാണെങ്കിൽ നമുക്ക് ഐഡൻറ്റിഫൈ ചെയ്യേണ്ടത് എററൊന്നുമില്ല എന്നാണ്. OS_mem data as 0 when memory address is not exist. ഇപ്പോൾ നമ്മൾ മെമ്മറി ക്വറിയെ കുറിച്ച് പറഞ്ഞു. മെമ്മറി ക്വറി നമ്മൾ കറക്റ്റായിട്ടാണ് ചെയ്യുന്നതെങ്കിൽ എറർ ഉണ്ടാവില്ല. അപ്പോൾ OS_no error എന്നുള്ള കീവേഡ് വെച്ച് ഐഡൻറ്റിഫൈ ചെയ്യുന്നു. നമ്മൾ ഓൾറെഡി ക്വറി ചെയ്ത മെമ്മറി ബ്ലോക്ക് ഇൻവാലിഡ് ആണെങ്കിൽ OS_mem data എന്നുള്ള കീവേഡ് വഴി നമുക്കതിന് എന്ത് ചെയ്യാം, അനലൈസ് ചെയ്യാം. അഡ്രസ്സ് ഇല്ല എന്നുള്ള ഒരു കണ്ടീഷൻ വരികയാണെങ്കിൽ രണ്ടാമത്തെ എററായിരിക്കും പോസിബിൾ ആവാം. സോ ഫോർത്ത് വൺ, മെമ്മറി അലൊക്കേഷൻ റിലേറ്റഡ് ഫംഗ്ഷനിൽ OS മെമ്മറി പുട്ട്. സോ പുട്ടിങ് എ മെമ്മറി ബ്ലോക്ക് ഇൻ ടു എ പാർട്ടീഷൻ. ഓക്കെ, അപ്പോൾ നമ്മൾ ഓൾറെഡി മെമ്മറി പുട്ടൊക്കെ പറഞ്ഞാണ്. രണ്ട് കാര്യങ്ങളാണ് മെൻഷൻ ചെയ്യുന്നത്, ഒന്ന് മെമ്മറി പോയിൻ്ററും ഒന്ന് മെമ്മറി എററും. റിട്ടേൺ എ മെമ്മറി ബ്ലോക്ക് പോയിൻറ്റഡ്. മെമ്മറി പുട്ട് എന്ന് പറഞ്ഞാൽ വളരെ ക്ലിയർ ആണ്, നമ്മൾ പാർട്ടീഷൻ ചെയ്ത ഒരു മെമ്മറി ബ്ലോക്കിലേക്ക് എലമെൻറ്റ്സിനെ പുട്ട് ചെയ്യുക എന്ന് പറയുന്നതാണ്, അല്ലെങ്കിൽ ഡാറ്റയെ പുട്ട് ചെയ്യുക എന്ന് പറയുന്നതാണ് മെമ്മറി പുട്ട്. രണ്ട് രീതിയിലുള്ള എറേഴ്സ് പോസിബിളാണ്. OS_no error, എററൊന്നും ഇല്ലെങ്കിൽ അല്ലെങ്കിൽ മെമ്മറി കറക്റ്റായിട്ട് റിട്ടേൺ ചെയ്താൽ നോ എറർ എന്നുള്ള കീവേഡ് പ്രിൻറ്റ് ചെയ്യും. അതർവൈസ് ഇറ്റ് മേ ബി OS_memory full. നമ്മൾ ജനറേറ്റ് ചെയ്യാൻ ശ്രമിക്കുന്ന മെമ്മറി കംപ്ലീറ്റ് ആണെങ്കിൽ, മെമ്മറി ഫുള്ളാണെങ്കിൽ മെമ്മറി ഫുൾ എന്നുള്ള എറർ കാണിക്കും. ഓക്കെ, സോ നമുക്ക് പഠിക്കാനുള്ള അടുത്ത ഫങ്ഷനാണ് മ്യൂക്കോസാർട്രോസ്റ്റുവിൻ്റെ സെമാഫോർ റിലേറ്റഡ് ഫങ്ഷൻ. നമുക്ക് ഫാസ്റ്റായിട്ട് സെമാഫോർ റിലേറ്റഡ് ഫങ്ഷൻസ് ഒക്കെ പറഞ്ഞു പോകാം. നമ്മളിപ്പോൾ പറഞ്ഞ രണ്ട് മെത്തേഡിൻ്റെ അതേ പാറ്റേണിലാണ് സെമാഫോർ ഫങ്ഷൻസും ഇരിക്കുന്നത്. സോ നിങ്ങൾ നോക്ക്, സെമാഫോർ ഫങ്ഷൻ വരുന്നത് ഫസ്റ്റ് OS സെമാഫോർ ക്രിയേറ്റ്, സെക്കൻഡ് OS സെമാഫോർ പെൻഡ്, അടുത്തത് വരുന്നത് OS സെമാഫോർ ആക്സെപ്റ്റ്, OS സെമാഫോർ പോസ്റ്റ്, അതുപോലെ OS സെമാഫോർ ക്വറി. ഇതൊക്കെ ഓൾറെഡി നമ്മൾ പഠിച്ചതാണല്ലോ. സോ ഒരു സെമാഫോറിനെ ക്രിയേറ്റ് എന്നുള്ളത്, സോ ഇറ്റ് ഈസ് ഫോർ ക്രിയേറ്റിംഗ് സെമാഫോർ ക്രിയേറ്റ് ആൻഡ് ഇനിഷ്യലൈസസ് വിത്ത് ദി വാല്യൂ ഈക്വൽ ടു സെമാഫോർ. അപ്പോൾ ഇതിൽ ഇൻഡിക്കേറ്റ് ചെയ്യുന്ന ഒരു സെമാഫോർ വാല്യൂ ആണ് നമ്മൾ ക്രിയേറ്റ് ഇൻഡിക്കേറ്റ് ചെയ്യുന്നത്. ദ സെമാഫോർ വാല്യൂ ഇസ് ബിറ്റ്വീൻ 0 to 65535. അപ്പോൾ 0 തൊട്ട് 65535 വരെയുള്ള ഒരു വാല്യൂസ് നമുക്ക് സെമാഫോർ ക്രിയേറ്റിൻ്റെ സെമാഫോർ വാല്യൂ ആയിട്ട് സെറ്റ് ചെയ്യാമെന്നാണ് പറയുന്നത്. രണ്ടാമത്തെയാണ് OS സെമാഫോർ പെൻഡിങ്. ഇറ്റ് ഈസ് ഫോർ ലെറ്റിംഗ് ദ ടാസ്ക് വെയിറ്റ് ടിൽ ദ റിലീസ് ഓഫ് റീസൺ
സെമാഫോർ ഫോർ ക്രിയേറ്റിംഗ് ദി സെമാഫോർ. വളരെ ക്ലിയർ ആണ്. പെൻഡിങ് അല്ലെങ്കിൽ നമ്മൾ ഓൾറെഡി ക്രിയേറ്റ് ചെയ്തൊരു സെമാഫോറിനെ വെയിറ്റിംഗ് സ്റ്റേറ്റിലേക്ക് മൂവ് ചെയ്യിക്കണമെങ്കിൽ നമുക്ക് പെൻഡ് എന്നുള്ള കീവേഡ് യൂസ് ചെയ്യാം. അതിൽ പോയിൻ്റർ ഉണ്ടാവും, ടൈം ഔട്ട് ഉണ്ടാവും, എറർ പോയിൻ്റർ ഉണ്ടാവും. അപ്പോൾ ടൈം ഔട്ട് സെറ്റ് ചെയ്തിട്ടാണ് നമുക്ക് എത്ര നേരത്തേക്ക് നമ്മുടെ സെമാഫോറിനെ പെൻഡിങ് സ്റ്റേറ്റിലേക്ക് ഇടണം എന്ന് തീരുമാനിക്കുന്നത് ടൈം ഔട്ട് വെച്ചിട്ടാണ്. സോ 3 എറേഴ്സ് പോസിബിൾ ആണ്. ഒന്ന് OS_no_error. നമ്മൾ കറക്റ്റായിട്ടാണ് സെമാഫോർ അല്ലെങ്കിൽ സെമാഫോറിൻ്റെ സെർച്ച് സക്സസ്ഫുള്ളി കംപ്ലീറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നോ എറർ. ടൈം ഔട്ട് സെമാഫോർ കറക്റ്റായിട്ട് റിലീസ് ചെയ്തില്ലെങ്കിൽ നമ്മൾ ഓൾറെഡി ക്രിയേറ്റ് ചെയ്യാത്തൊരു സെമാഫോറിനെയാണ് വെയിറ്റിംഗ് സ്റ്റേറ്റിലേക്ക് ഇടാൻ ശ്രമിക്കുന്നതെങ്കിൽ ടൈം ഔട്ട് എന്നുള്ള എറർ കാണിക്കും. അതർവൈസ് OS_error_pend_ISR. ഈ ഫംഗ്ഷൻ കോൾ വാൻ ISR വിച്ച് ഇസ് എൻ എറർ. ഒന്നുമില്ല, ഇതിലേക്കുള്ള ഇൻട്രപ്റ്റുകൾക്ക് എന്തെങ്കിലും എറർ വരികയാണെങ്കിൽ മൂന്നാമത്തെ എറർ സിഗ്നലാണ് ഒക്കർ ചെയ്യുന്നത്. ഓക്കെ, അടുത്താണ് ചെക്ക് ദി അവൈലബിലിറ്റി ഓഫ് IPC ആഫ്റ്റർ സെമാഫോർ റിലീസ്. ഇപ്പോൾ സെമാഫോറിൻ്റെ കേസ് നമ്മൾ പറഞ്ഞു. മൂന്നാമത്തെ എന്താണ്? ചെക്ക് ദി അവൈലബിലിറ്റി ഓഫ് IPC. IPC എന്ന് പറഞ്ഞാൽ ഇൻ്റർ പ്രോസസ് കമ്മ്യൂണിക്കേഷനാണ് ആഫ്റ്റർ ദി സെമാഫോർ റിലീസ്. ഒന്നുമില്ല, സെമാഫോർ നമ്മളിപ്പോൾ ഓൾറെഡി ക്രിയേറ്റ് ചെയ്ത സെമാഫോറിൻ്റെ അവൈലബിലിറ്റി ചെക്ക് ചെയ്തു. അപ്പോൾ OS_semaphore_accept എന്നുള്ള കീവേഡ് വഴിയാണ് നമ്മൾ സെമാഫോറിൻ്റെ റിക്വസ്റ്റ് ആക്സെപ്റ്റ് ചെയ്യുന്നത്. ഇവൻറ്റ് പോയിൻ്ററാണ് ഇവിടെ മെൻഷൻ ചെയ്തിരിക്കുന്നത്. ഇവിടെ നമ്മളൊരു സെമാഫോർ വാല്യൂ ആണ് സെറ്റ് ചെയ്യുക. ഓക്കെ, നാലാമത്തെയാണ് സെൻഡിങ് ആൻ IPC ആഫ്റ്റർ സെമാഫോർ റിലീസ്. ആക്സെപ്റ്റ് ചെയ്തതിന് ശേഷം നെക്സ്റ്റ് ചെയ്യുന്നതാണ് പോസ്റ്റ്. അപ്പോൾ നിങ്ങൾ നോക്കുക, ഇനീഷ്യലി എന്തായിരുന്നു ക്രിയേറ്റ് ചെയ്തൊരു സെമാഫോറിനെ വെയിറ്റിംഗ് സ്റ്റേറ്റിൽ ഇടണമെങ്കിൽ പെൻഡ് എന്നുള്ള കമാൻഡ്, നമ്മൾ ഓൾറെഡി റിലീസ് ചെയ്ത സെമാഫോറിനെ ആക്സെപ്റ്റ് ചെയ്യണമെങ്കിൽ ആക്സെപ്റ്റ് എന്നുള്ള കീവേഡ്, OS_semaphore_post സെൻഡിങ് ആൻ IPC ആഫ്റ്റർ സെമാഫോർ റിലീസ്. സെമാഫോർ റിലീസ് ചെയ്തതിന് ശേഷം സെമാഫോറിലേക്ക് ഒരു ഇൻഫർമേഷനെ പാസ് ചെയ്യണമെങ്കിൽ സെമാഫോർ പോസ്റ്റ് എന്നുള്ള കീവേഡ് യൂസ് ചെയ്യാം. 3 എറേഴ്സ് വരാം. എറർ ഒന്നും ഇല്ലെങ്കിൽ OS_no_error, OS_error_event type. ഇഫ് ദ പോയിൻ്റർ ഈസ് നോട്ട് പോയിൻ്റ്, കറക്റ്റായിട്ട് പോയിൻ്റ് ചെയ്തില്ലെങ്കിൽ ഇവൻറ്റ് ടൈപ്പ് എന്നുള്ള എറർ വരും. OS_error_OVF. OVF എന്ന് പറഞ്ഞാൽ ഓവർഫ്ലോ ആണ്. അപ്പോൾ വളരെ ക്ലിയർ ആണ്. നമ്മൾ OS_semaphore_post ഒരു ഓവർഫ്ലോ എറർ വരും. നമ്മൾ ഇവിടെ സെറ്റ് ചെയ്തിരിക്കുന്ന വാല്യൂ 655,535 എന്നുള്ളതിനേക്കാളും അല്ലെങ്കിൽ 6,85,535 മാക്സിമം വാല്യൂ. ആ വാല്യൂവിനേക്കാളും വലിയൊരു വാല്യൂ നമ്മൾ സെറ്റ് ചെയ്യാൻ ശ്രമിക്കുകയാണെങ്കിൽ ഓട്ടോമാറ്റിക്കലി ഓവർഫ്ലോ എറർ പോസിബിൾ ആവും. ഓക്കെ, നെക്സ്റ്റ് ആണ് ലാസ്റ്റ് ഫംഗ്ഷൻ, സെമാഫോർ റിലേറ്റഡ് ഫംഗ്ഷൻ, റിട്രീവ് ദി എറർ ഇൻഫർമേഷൻ ഫോർ എ സെമാഫോർ. സോ സെമാഫോറിൻ്റെ കറണ്ട് സ്റ്റാറ്റസ് ചെക്ക് ചെയ്യാനാണ് ക്വറി എന്നുള്ള കീവേഡ് യൂസ് ചെയ്യുന്നത്. സോ ഇതിലും 2 രീതിയിലുള്ള എറേഴ്സ് വരാം. ഒന്ന് നോ എറർ, കറക്റ്റായിട്ടാണ് നമ്മൾ സക്സീഡ് ചെയ്തിരിക്കുന്നതെങ്കിൽ നോ എറർ. ഇവൻറ്റ് ടൈപ്പ്, കറക്റ്റായിട്ട് സെമാഫോർ പോയിൻ്റ് ചെയ്തിട്ടില്ലെങ്കിൽ ഇവൻറ്റ് ടൈപ്പ് എന്നുള്ള എറർ വരും. സോ നമ്മൾ മ്യൂക്കോസ് ആർട്ടോസിൻ്റെ സിസ്റ്റം ലെവൽ ഫങ്ഷൻസ് ആണ് അവസാനമായി പഠിക്കാൻ പോകുന്നത്. സോ സിസ്റ്റം ലെവൽ ഫങ്ഷൻ എന്ന് പറഞ്ഞാൽ 9 ഫങ്ഷൻസ് ആണ് ജനറലി സിസ്റ്റം ലെവൽ ഫങ്ഷൻസ് ആയിട്ട് നമ്മൾ പറയുന്നത്. സോ ഫസ്റ്റ് ഫങ്ഷനാണ് ഇനീഷ്യലൈസിങ് ദി OS ബിഫോർ സ്റ്റാർട്ടിങ് ദി യൂസ് ഓഫ് ആർട്ടോസ്. സോ ഒരു റിയൽ ടൈം ഓപ്പറേറ്റിംഗ് സിസ്റ്റം ഇനീഷ്യലൈസേഷന് വേണ്ടിയിട്ട് നമ്മൾ യൂസ് ചെയ്യുന്ന സിസ്റ്റം ലെവൽ ഫങ്ഷനാണ് OS_INIT void. INIT എന്ന് പറഞ്ഞാൽ ഇനീഷ്യലൈസേഷനാണ്. ഒരു OSനെ ഇനീഷ്യലൈസ് ചെയ്യാൻ, ഇനീഷ്യലി ആർട്ടോസിനെ ഇനീഷ്യലൈസ് ചെയ്യാൻ ഈ സിസ്റ്റം ഫങ്ഷനാണ് യൂസ് ചെയ്യുക. സോ സെക്കൻഡ് വൺ ആണ് സ്റ്റാർട്ടിങ് ദി യൂസ് ഓഫ് ആൻ ആർട്ടോസ്, OS_start void. Use to start the initializer OS and create a task. It is compulsory for multitasking OS kernel function. So OSനെ ഇനീഷ്യലൈസ് ചെയ്യാൻ ഇനീഷ്യലൈസേഷൻ എന്നുള്ള സിസ്റ്റം ഫങ്ഷൻ, OS സ്റ്റാർട്ട് ചെയ്യാൻ സ്റ്റാർട്ട് എന്നുള്ള സിസ്റ്റം ഫങ്ഷൻ, OSൽ സിസ്റ്റം ക്ലോക്ക് യൂസ് ചെയ്യാനുള്ളതാണ് തേർഡ് ഫങ്ഷൻ, യൂസ് ഓഫ് ആർട്ടോ സിസ്റ്റം ക്ലോക്ക്. സിസ്റ്റം ക്ലോക്ക് യൂസ് ചെയ്യാൻ നമ്മൾ യൂസ് ചെയ്യുന്ന ആർട്ടോസ് ഫങ്ഷനാണ് OS_tick_init void. OS_tick എന്നുള്ള കീവേഡ് വഴി നമുക്ക് എന്ത് ചെയ്യാം, നമ്മുടെ സിസ്റ്റം ക്ലോക്കിനെ ആക്സസ് ചെയ്യാം. ഇതാണ് മൂന്നാമത്തെ കീവേഡ്, ശ്രദ്ധിക്കാം. നാലാമത്തെയാണ് ടേക്കിംഗ് കൺട്രോൾ ടു സ്റ്റാർട്ട് ISR. നമുക്കറിയാം ഇൻട്രപ്റ്റ് സർവീസ് റൂട്ടീൻ എന്നുള്ള പ്രോസസ്സ് നമ്മൾ പഠിച്ചിട്ടുണ്ടല്ലേ. ഇൻട്രപ്റ്റ് സർവീസ് റൂട്ടിനെ സ്റ്റാർട്ട് ചെയ്യാൻ നമ്മൾ യൂസ് ചെയ്യുന്ന കീവേഡാണ് OS_INT enter എന്നുള്ള കീവേഡ്.
അതുപോലെ നമ്മൾ ഓൾറെഡി ക്രിയേറ്റ് ചെയ്ത ഒരു ഇൻട്രപ്റ്റ് സർവീസ് റൂട്ടിനെ ക്വിറ്റ് ചെയ്യാൻ അല്ലെങ്കിൽ എക്സിറ്റ് ചെയ്യാനാണ് നമ്മൾ OS-INT എക്സിറ്റ് എന്നുള്ള കീവേഡ് എന്ത് ചെയ്യുന്നത്, യൂസ് ചെയ്യുന്നത്. സോ ഓർത്ത് വയ്ക്കുക, വളരെ സിമ്പിളാണ് ഇതിൻ്റെ ലോജിക്ക്. അടുത്താണ് സ്റ്റാർട്ട് ഓഫ് എ ക്രിട്ടിക്കൽ സെഷൻ ആൻഡ് ക്വിറ്റിംഗ് ഓഫ് എ ക്രിട്ടിക്കൽ സെഷൻ. ഒന്നുമില്ല, നമ്മൾ ഓൾറെഡി ഇൻട്രപ്റ്റ് സർവീസ് റൂട്ടീൻ പറഞ്ഞു. നമുക്കൊരു ക്രിട്ടിക്കൽ ടാസ്ക്കാണ് ജനറേറ്റ് ചെയ്യേണ്ടതെങ്കിൽ നമ്മൾ OS_enter_critical എന്നുള്ള കീവേഡ് വഴിയാണ് ക്രിട്ടിക്കൽ ടാസ്ക് ജനറേറ്റ് ചെയ്യാം. നമ്മൾ ജനറേറ്റ് ചെയ്ത ക്രിട്ടിക്കൽ ടാസ്കിനെ എക്സിറ്റ് ചെയ്യാൻ OS_exit_critical എന്നുള്ള കീവേഡ് എന്ത് ചെയ്യാം, യൂസ് ചെയ്യാം. ഓക്കെ, ദിസ് ഇസ് സിസ്റ്റം ലെവൽ ഫംഗ്ഷൻ. 8ാമത്തെ ഫംഗ്ഷനാണ് ലോക്കിംഗ് ദി OS ഷെഡ്യൂളർ. 9ാമത്തെ ഫംഗ്ഷനാണ് അൺലോക്കിംഗ് ദി OS ഷെഡ്യൂളർ. റൈറ്റ്, OS ഷെഡ്യൂളറിനെ ലോക്ക് ചെയ്യാൻ നമ്മൾ OS_shed lock എന്നുള്ള കീവേഡ് യൂസ് ചെയ്യും. അൺലോക്ക് ചെയ്യാൻ OS_shed unlock എന്നുള്ള കീവേഡ് യൂസ് ചെയ്യും. എന്തായിരിക്കും ലോക്കും അൺലോക്കും? ലോക്ക് എന്ന് പറഞ്ഞാൽ ദിസ് ഫംഗ്ഷൻ ഇൻഹിബിറ്റ്സ് ദി പ്രീഎംപ്ഷൻ ബൈ ഹൈ പ്രയോറിറ്റി ടാസ്ക്. വളരെ ക്ലിയർ ആണ്. നമ്മൾ ഒരു ടാസ്കിനെ ലോക്ക് ചെയ്യുകയാണെങ്കിൽ ആ ടാസ്ക്കാണ് ഇപ്പോൾ കറൻ്റ്ലി റൺ ചെയ്തുകൊണ്ടിരിക്കുന്നതെങ്കിൽ റൺ ചെയ്തുകൊണ്ടിരിക്കുന്ന പ്രോസസ്സ് ഒരു കാരണവശാലും സ്റ്റോപ്പ് ആവില്ല. അതിനേക്കാളും ഹൈ പ്രയോറിറ്റി ടാസ്ക് വന്നാലും സ്റ്റോപ്പ് ആവില്ല. ഇതിനെയാണ് നമ്മൾ ലോക്കിംഗ് കണ്ടീഷൻ എന്ന് പറയാം. എന്തായിരിക്കും അൺലോക്കിംഗ് കണ്ടീഷൻ? അൺലോക്കിംഗ് കണ്ടീഷൻ എന്ന് പറഞ്ഞാൽ നമ്മൾ ലോക്കിംഗ് കണ്ടീഷനിൽ പ്രീഎംപ്ഷൻ എന്നുള്ള കോൺസെപ്റ്റിനെ ഒഴിവാക്കി, അതായത് ഹൈ പ്രയോറിറ്റി ടാസ്ക് വരികയാണെങ്കിലും എന്ത് ചെയ്യില്ല, അത് ആ ടാസ്കിനെ എഫക്റ്റ് ചെയ്യില്ല എങ്കിൽ ലോക്ക് എന്ന് പറയാം. ഈ ലോക്കിനെ നമ്മൾ തിരിച്ച് പഴയ സ്റ്റേറ്റിലേക്ക് മാറ്റുകയാണെങ്കിൽ നമുക്കിതിനെ എന്ത് പറയാം, അൺലോക്ക് എന്ന് പറയാം. അപ്പോൾ നിങ്ങൾ ഓർത്ത് വയ്ക്കുക, ഈ 9 ടൈപ്പ് സിസ്റ്റം ലെവൽ ഫങ്ഷൻസ് ആണ് അവൈലബിൾ ആയിട്ടുള്ളത്. അത് 9 ഫങ്ഷൻ നിങ്ങൾ കറക്റ്റായിട്ട് പഠിക്കാം. ഓക്കെ, സോ നമ്മളിപ്പോൾ ഇനി സിലബസ് ജസ്റ്റ് ഒന്ന് ഔട്ട്ലൈൻ ചെയ്യുകയാണെങ്കിൽ നമുക്ക് മനസ്സിലാവും. നമ്മളിപ്പോൾ പഠിച്ചത് ആർട്ടോസ് എന്താണ്, അതിൻ്റെ സ്ട്രക്ചർ എന്താണ്, കേർണൽ എന്താണ്, പ്രോസസ് മാനേജ്മെൻറ്റ് എന്താണ്, മെമ്മറി മാനേജ്മെൻറ്റ് എന്താണ്, ഡിവൈസ് മാനേജ്മെൻറ്റ് എന്താണ്, ഫയൽ സിസ്റ്റം ഓർഗനൈസേഷൻ എന്താണ്, മ്യൂക്കോസ് ആർട്ടോസ് 2 എന്താണ്, ടാസ്ക് സർവീസ് ഫങ്ഷൻസ് എന്തൊക്കെയാണ്, മെമ്മറി അലൊക്കേഷൻ ഫങ്ഷൻ എന്തൊക്കെയാണ്, സെമാഫോർ ഫങ്ഷൻ എന്തൊക്കെയാണ്. ലാസ്റ്റ് ടോപ്പിക്ക് നിങ്ങൾ നോക്കുക, സ്റ്റഡി ഓഫ് പോപ്പുലർ റിയൽ ടൈം ഓപ്പറേറ്റിംഗ് സിസ്റ്റം. നമ്മൾ ഒരു റിയൽ ടൈം ഓപ്പറേറ്റിംഗ് സിസ്റ്റം നമ്മൾ പഠിച്ചു, മ്യൂക്കോസ് ആർട്ടോസ് 2. മ്യൂക്കോസ് ആർട്ടോസിന് പുറമെ ഏതൊക്കെ റിയൽ ടൈം ഓപ്പറേറ്റിംഗ് സിസ്റ്റം ഉണ്ട്, അതിൻ്റെ ഫീച്ചേഴ്സ് എന്തൊക്കെയാണ് നമുക്ക് ജസ്റ്റ് ഒന്ന് നോക്കാം. ഒരു 1-2 പോപ്പുലർ ആർട്ടോസ് നിങ്ങൾ പഠിച്ചു വയ്ക്കുക. ഓക്കെ, അപ്പോൾ പോപ്പുലർ റിയൽ ടൈം ഓപ്പറേറ്റിംഗ് സിസ്റ്റം എന്ന് പറയുമ്പോൾ കുറേ ടൈപ്പ് ഉണ്ട്. നിങ്ങൾക്ക് ഏത് രീതിയിലും അത് എക്സ്പ്ലെയിൻ ചെയ്യാം. അപ്പോൾ നിങ്ങൾ അറ്റ്ലീസ്റ്റ് എക്സാമിന് ഒരു 2-3 റിയൽ ടൈം ഓപ്പറേറ്റിംഗ് സിസ്റ്റം അതിൻ്റെ ഫീച്ചേഴ്സും പഠിച്ചു വയ്ക്കാം. അപ്പോൾ ഞാൻ ജസ്റ്റ് മൈന്യൂട്ട് പോയിൻറ്റ്സ് മാത്രമേ ഇവിടെ പറഞ്ഞിട്ടുള്ളൂ പോപ്പുലർ റിയൽ ടൈം ഓപ്പറേറ്റിംഗ് സിസ്റ്റത്തിൻ്റെ. സോ ഫസ്റ്റ് നിങ്ങൾ നോക്കുക, ഫസ്റ്റാണ് ഡിയോസ് അല്ലെങ്കിൽ DDC1 എന്നുള്ള ഒരു റിയൽ ടൈം ഓപ്പറേറ്റിംഗ് സിസ്റ്റത്തിൻ്റെ സിമ്പിൾ ഞാൻ ഇവിടെ കൊടുത്തിട്ടുണ്ട്, നിങ്ങൾ കണ്ടോ. സോ മെയിൻലി ഏവിയോണിക്സ് ആപ്ലിക്കേഷൻ വേണ്ടി യൂസ് ചെയ്യുന്ന ഒരു റിയൽ ടൈം ഓപ്പറേറ്റിംഗ് സിസ്റ്റമാണ് DDC1 എന്ന് പറയുന്നത്, ഓർത്ത് വയ്ക്കുക. രണ്ടാമത്തെയാണ് എംബോസ് അല്ലെങ്കിൽ സെഗർ എന്നുള്ള കമ്പനിയാണ് ഇത് ഇംപ്ലിമെൻറ്റ് ചെയ്തത്. മോർ ദാൻ 25 years ഓഫ് കണ്ടിന്യൂസ് ഡെവലപ്മെൻറ്റ്, അവൈലബിൾ ഓൾ പ്രൊഡക്റ്റ് ഓഫ് കോർ കമ്പൈലർ ആൻഡ് ഡെവലപ്മെൻറ്റ് ടൂൾസ്, ഡിപ്ലോയിഡ് ഇൻ സെവറൽ ബില്യൺ ഡിവൈസസ്, എ വൈഡ് റേഞ്ച് ഓഫ് ആപ്ലിക്കേഷൻ ഏരിയ. ഇതെല്ലാം പറയുന്നുണ്ട് 25 years മുന്നേ ഉള്ള റിയൽ ടൈം ഓപ്പറേറ്റിംഗ് സിസ്റ്റമാണ്. ഒരുപാട് ആപ്ലിക്കേഷൻസ് ഉള്ള ഒരു റിയൽ ടൈം ഓപ്പറേറ്റിംഗ് സിസ്റ്റമാണ് എംബോസ് അല്ലെങ്കിൽ സെഗർ. നിങ്ങൾ നോക്കും, മൂന്നാമത്തെയാണ് ഫ്രീ ആർട്ടോസ് ഒരു പോപ്പുലർ റിയൽ ടൈം ഓപ്പറേറ്റിംഗ് സിസ്റ്റമാണ്. ആമസോണാണ് ആക്ച്വലി ഇത് ഡെവലപ്പ് ചെയ്തത്. സോ ഇതിൽ പറയുന്നുണ്ട്, ഫ്രീ ആർട്ടോസ് ആൻ ഓപ്പൺ സോഴ്സ് റിയൽ ടൈം ഓപ്പറേറ്റിംഗ് സിസ്റ്റം ഫോർ മൈക്രോ കൺട്രോളേഴ്സ് that make small low power edge devices easy to program, deploy, secure, connect and manage. സോ സ്പെഷ്യൽ ആപ്ലിക്കേഷന് വേണ്ടി നമ്മൾ ഡെവലപ്പ് ചെയ്തിരിക്കുന്ന ഒരു റിയൽ ടൈം ഓപ്പറേറ്റിംഗ് സിസ്റ്റത്തിൻ്റെ പേരാണ് ഫ്രീ ആർട്ടോസ്, ഓർത്ത് വയ്ക്കുക. ദീസ് ആർ ഡെവലപ്ഡ് ബൈ ആമസോൺ. സോ ഫോർത്ത് വണ്ണാണ് ഇൻറ്റഗ്രിറ്റി എന്ന് പറഞ്ഞാൽ ഗ്രീൻ ഹിൽ സോഫ്റ്റ്വെയർ ഡെവലപ്പ് ചെയ്ത ഒരു റിയൽ ടൈം ഓപ്പറേറ്റിംഗ് സിസ്റ്റമാണ് ഇൻറ്റഗ്രിറ്റി എന്ന് പറയുന്നത്. സോ ദീസ് ആർ ദി എംബഡഡ് ഡെവലപ്പേഴ്സ് കുഡ് എൻഷുർ ദർ ആപ്ലിക്കേഷൻസ് met the highest possible requirement for security, reliability and performance. To achieve this, Integrity uses hardware memory protection to isolate and protect embedded application. അപ്പോൾ അതിൽ എഴുതിയിരിക്കുന്ന പോയിന്റുകൾ ഓർത്ത് വയ്ക്കാം. ഇൻറ്റഗ്രിറ്റി എന്ന് പറയുന്നത് എക്സാക്ട്ലി 4ാമത്തെ ടൈപ്പ് റിയൽ ടൈം ഓപ്പറേറ്റിംഗ് സിസ്റ്റം ആണ്. 5th ടൈപ്പ് നിങ്ങൾ നോക്കുക,
സീരിയൽ നമ്പർ ഇട്ടത് മാറിപ്പോയതാണ്. 5th കീയിലാണ്. 6th വൺ ഇതുവരെ പറയുന്നുണ്ട് ലിങ്ക്സ് OS. നിങ്ങൾക്ക് ഇത് ജസ്റ്റ് അതിൻ്റെ പോയിന്റുകൾ നോട്ട് ചെയ്ത് വയ്ക്കാം. റിയൽ ടൈം ഓപ്പറേറ്റിംഗ് സിസ്റ്റം എന്ന് പറഞ്ഞാൽ നിങ്ങൾ 2 or 3 ഓപ്പറേറ്റിംഗ് സിസ്റ്റം എടുത്ത് അതിനെക്കുറിച്ച് എക്സ്പ്ലനേഷനാണ് വേണ്ടത്. അപ്പോൾ കീൽ RTX എന്ന് പറഞ്ഞൊരു ഓപ്പറേറ്റിംഗ് സിസ്റ്റമാണ്. ലിങ്ക്സ് OS എന്ന് പറയുന്നതും ഒരു പോപ്പുലർ റിയൽ ടൈം ഓപ്പറേറ്റിംഗ് സിസ്റ്റമാണ്. അടുത്താണ് VxWorks. VxWorks ഞാനിപ്പോൾ എടുത്ത് പറയാനുള്ള കാരണം VxWorks സ്പെസിഫിക് ആയിട്ട് എക്സാമിന് എടുത്ത് ചോദിച്ചിട്ടുണ്ട്. VxWorksൻ്റെ ഫീച്ചേഴ്സ് എന്തൊക്കെയാണ്. അപ്പോൾ നിങ്ങൾ ജസ്റ്റ് നോക്കുക. VxWorks എന്നുള്ളതൊരു പോപ്പുലർ റിയൽ ടൈം ഓപ്പറേറ്റിംഗ് സിസ്റ്റമാണ്. അതിൻ്റെ ഫീച്ചേഴ്സ് ഞാനിവിടെ ലിസ്റ്റ് ചെയ്തിട്ടുണ്ട്. ഫീച്ചേഴ്സ് നിങ്ങൾ വായിച്ചു നോക്കുക. നിങ്ങൾക്ക് മനസ്സിലാവുന്ന പോയിൻറ്റ്സുകൾ നിങ്ങൾ എന്ത് ചെയ്യുക, നോട്ട് ചെയ്ത് വയ്ക്കാം. അതിൽ മെയിനായിട്ട് പറയുന്നത് ഇൻഡസ്ട്രി ലീഡിങ് ആർട്ടോസ് ആണ് VxWorks എന്ന് പറയുന്നത്. VxWorks ആക്ച്വലി ജനറേറ്റ് ചെയ്ത് വിൻഡ് റിവർ എന്നുള്ള കമ്പനിയാണ്. നിങ്ങൾ നോക്ക്. സോ പ്രയോറിറ്റി ബേസ്ഡ് സിസ്റ്റം ആയിരിക്കും. ടൈം ആൻഡ് സ്പേസ് പാർട്ടീഷനിങ് ആയിരിക്കും. POSIX യൂസ് ചെയ്യും. കേർണൽ സ്കേലബിലിറ്റി മോഡുലാരിറ്റി യൂസ് ചെയ്യും. പിന്നെന്താണ് വിർച്വലൈസേഷൻ റെഡി ഓഫ് സപ്പോർട്ട്, മൾട്ടി OS മെസ്സേജിങ്, ARM, പവർ, ഇൻറ്റൽ ആൻഡ് റിസ്ക് ആർക്കിടെക്ചർ, ബോർഡ് സപ്പോർട്ട്, ഇതൊക്കെ VxWorks ചെയ്യുന്നുണ്ട്. ഇതിൻ്റെ ഫീച്ചേഴ്സ് നോക്കാം. ഇത് സപ്പോർട്ട് ചെയ്യുന്ന മോഡേൺ ലാംഗ്വേജസ് എന്ന് പറയുന്നുണ്ട്. ഫ്രെയിം വർക്ക്സിനെ കുറിച്ച് പറയുന്നുണ്ട്. പൈത്തൺ, ലൂം, LLVM, റസ്റ്റ്, ഇതൊക്കെ അതിൽ യൂസ് ചെയ്യുന്ന ഓപ്പറേറ്റിംഗ് സിസ്റ്റം പ്രോഗ്രാമിംഗ് ലാംഗ്വേജസ് ആണ്. ഫയൽ സിസ്റ്റം പറയുന്നുണ്ട്. ഡോസ് ഫയൽ സിസ്റ്റം, HRFS ഫയൽ സിസ്റ്റം. നെറ്റ്വർക്കിനെ കുറിച്ച് പറയുന്നുണ്ട്. ജനറൽ പർപ്പസ് IPv4 IPv6 നെറ്റ്വർക്ക് പ്രോട്ടോക്കോളാണ് യൂസ് ചെയ്യുന്നത്. കണക്ടിവിറ്റിയെക്കുറിച്ച് പറയുന്നുണ്ട്. മൾട്ടിമീഡിയയെക്കുറിച്ച് പറയുന്നുണ്ട്. സെക്യൂരിറ്റിയെക്കുറിച്ച് പറയുന്നുണ്ട്. സേഫ്റ്റിയെക്കുറിച്ച് പറയുന്നുണ്ട്. അപ്പോൾ നിങ്ങൾ ജനറലി ഞാനിത് VxWorksൻ്റെ വെബ്സൈറ്റിൽ എടുത്ത ഇൻഫർമേഷനാണ്. ഈ ഇൻഫർമേഷൻ അറ്റ്ലീസ്റ്റ് നിങ്ങൾ പഠിച്ചു വയ്ക്കുക. VxWorks ചോദിച്ചിട്ടുണ്ട് യൂണിവേഴ്സിറ്റിക്ക്, അതുകൊണ്ടാണ് ഞാൻ എടുത്ത് പറഞ്ഞത്. ഓക്കെ. സോ ഇതിന് പുറമെ നമ്മളിപ്പോൾ 7 ടൈപ്പ് പറഞ്ഞു. അതിന് പുറമെ കുറേ എണ്ണം ഉണ്ട്. MQS ഡെവലപ്ഡ് ബൈ ഫിലിപ്സ്, ന്യൂക്ലിയസ് ആൻഡ് ഡെവലപ്ഡ് ബൈ മെൻഡർ ഗ്രാഫിക്സ്, ന്യൂട്രിനോ ഡെവലപ്ഡ് ബൈ ബ്ലാക്ക്ബെറി, പൈക്ക് OS ഡെവലപ്ഡ് ബൈ സിസ്കോ, സേഫ് ആർട്ടോസ് ഡെവലപ്ഡ് ബൈ റിട്ടൺസ്റ്റൈൻ, ThreadX ഡെവലപ്ഡ് ബൈ മൈക്രോസോഫ്റ്റ് എക്സ്പ്രസ് ലോജിക്, മ്യൂക്കോസ്, മിക്രിയം, VxWorks, വിൻഡ്രിവർ, സെഫ്രിൽ, ലിനക്സ് ഫൗണ്ടേഷൻ. ഇതൊക്കെ ശരിക്കും കുറച്ച് റിയൽ ടൈം ഓപ്പറേറ്റിംഗ് സിസ്റ്റംസ് ആണ്. നിങ്ങൾ അറ്റ്ലീസ്റ്റ് ഇതിൻ്റെ പേരെങ്കിലും ഓർത്ത് വയ്ക്കുക. 1 or 2 ഓപ്പറേറ്റിംഗ് സിസ്റ്റം എടുത്ത് നിങ്ങൾ സെലക്ട് ചെയ്ത് പഠിക്കുക. ഓക്കെ. അപ്പോൾ നമുക്ക് പ്രീവിയസ്ലി നമ്മളിപ്പോൾ 6th മൊഡ്യൂളാണ് എടുത്തുകൊണ്ടിരിക്കുന്നത്. 6th മൊഡ്യൂളിലെ യൂണിവേഴ്സിറ്റി ക്വസ്റ്റ്യൻസ് നമുക്ക് ഡിസ്കസ് ചെയ്യാം. സോ നിങ്ങൾ നോക്കുക. ഡിസംബർ 2019, മെയ് 2019, ഏപ്രിൽ 2018 ഈ 3 ക്വസ്റ്റ്യൻ പേപ്പറാണ് ഞാൻ റെഫർ ചെയ്തത്. സോ ഈ 3 ക്വസ്റ്റ്യൻ പേപ്പറിൽ കോമൺ ആയി ചോദിച്ച ക്വസ്റ്റ്യൻ, ഡിസ്ക്രൈബ് ദി മെമ്മറി അലൊക്കേഷൻ ഫംഗ്ഷൻ ഓഫ് മ്യൂക്കോസ് ആർട്ടോസ് 2. മ്യൂക്കോസ് ആർട്ടോസിൻ്റെ മെമ്മറി അലൊക്കേഷൻ ഫംഗ്ഷനാണ് അവരെടുത്ത് ചോദിച്ചിരിക്കുന്നത്. കമൻറ്റ് ദി ബേസിക് ഫീച്ചേഴ്സ് ഓഫ് VxWorks ഇൻ ആർട്ടോസ്. VxWorksൻ്റെ ബേസിക് ഫീച്ചേഴ്സ് എക്സ്പ്ലെയിൻ ചെയ്യാൻ. അപ്പോൾ കുറച്ച് പോയിന്റ്സ് നിങ്ങൾ ഓർത്ത് വയ്ക്കുക VxWorksനെ കുറിച്ച്. അത് ചോദിച്ചിട്ടുണ്ട്. 10 മാർക്ക് ഡിസംബർ 2019. മൂന്നാമത്തെ ക്വസ്റ്റ്യൻ, റൈറ്റ് ഷോർട്ട് നോട്ട്സ് ഓൺ പോപ്പുലർ ആർട്ടോസ്. പോപ്പുലർ ആർട്ടോസ് നിങ്ങളൊരു 5 or 4 ആർട്ടോസ് പഠിക്കുക. അതിനെക്കുറിച്ചൊരു ജനറൽ ഡിസ്ക്രിപ്ഷൻ മാത്രം എഴുതുക. ഇതാണ് മൂന്നാമത്തെ ക്വസ്റ്റ്യൻ. നാലാമത്തെ ക്വസ്റ്റ്യൻ നോക്കുക. എക്സ്പ്ലെയിൻ ദ ടാസ്ക് സർവീസ് ഫങ്ഷൻസ് ഓഫ് ആർട്ടോസ്. ടാസ്ക് സർവീസ് ഫങ്ഷൻ നമ്മൾ പഠിച്ചല്ലേ, അതിനെക്കുറിച്ച് ഡെപ്തിൽ എക്സ്പ്ലെയിൻ ചെയ്യാനാണ് പറഞ്ഞിരിക്കുന്നത്. ഓക്കെ. അപ്പോൾ ഇതാണ് മൊഡ്യൂളിലെ ഡിസ്കഷൻ അടക്കം നമ്മൾ പറഞ്ഞു. 6th മൊഡ്യൂളിലെ ഫസ്റ്റ് ചാപ്റ്റർ ഞാൻ ഓൾറെഡി അപ്ലോഡ് ചെയ്തിരുന്നു. ഈ 2nd ചാപ്റ്ററും കൂടി ഞാൻ അപ്ലോഡ് ചെയ്യും. അപ്പോൾ നിങ്ങൾ വീഡിയോ കണ്ടിട്ട് കമൻറ്റ് ചെയ്യുക. ഓക്കെ.